പറയുന്നത് പോലെ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. വാലല്ല തലയത്രയാകുമെന്നാ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. നിങ്ങൾ സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കാണുന്നത് പോലെ യേശുവിന്റെ നാമത്തിലേറ്റ് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം ഞാൻ സകലത്തിലും ഇന്ന് മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുന്ന വൻ കൃപകൾക്കായി നന്ദി പറയുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും ബലപ്പെടുവാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനുള്ള അമിത കൃപ ദൈവം നമുക്ക് തരും. ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? അപ്പോസ്തലനായ പൗലോസ് ലീഹായോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്ന് സൂമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയും ഈ വചനം പ്രാർത്ഥനകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും, വലിയ പ്രവൃത്തികൾ കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം, മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നലെ കേട്ട വചനം ഭാരപ്പെടുന്നത് സംഭവിക്കില്ല, നിരാശപ്പെടുന്നത് സംഭവിക്കില്ല. ആമേ. നമ്മൾ ഭാരപ്പെടുന്നത് സംഭവിക്കത്തില്ല, നമ്മൾ കേട്ടു അല്ലേ? ഭാരപ്പെടുന്നത് സംഭവിക്കത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത്, പല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ആകുലതകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇന്നലെ കേട്ടു. തുടർമാറ്റമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. എനിക്കറിയാം, ഇന്നലെ ഞാൻ ചോദിച്ച വാക്യങ്ങൾ ഒത്തിരി ആളുകൾ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വചനങ്ങൾ എനിക്ക് അയച്ചു തന്നു. വലിയ സന്തോഷം. അയച്ചു തന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറേ ആൾക്കാരുടെ മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്തു. കുറേ ആൾക്കാരുടെ മെസ്സേജ് ഇന്നിവിടെ എനിക്കിവിടെ പ്രെയർ ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഞങ്ങളുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരുടെ മെസ്സേജുകൾ ഞാൻ ഓപ്പൺ ചെയ്തു. മറ്റാൾക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കാണിച്ച അനുസരണത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് 1-2 പേരോ ഉള്ളായിരിക്കും എനിക്ക് വചനങ്ങൾ അയച്ചു തരത്തുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒത്തിരി ആളുകൾ അയച്ചതുകൊണ്ട്, അവരുടെ പേരുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട്, ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരൊക്കെ, നമ്മുടെ മെസ്സേജ് കാണുന്നവരൊക്കെ അവരെല്ലാം അയച്ചിട്ടുണ്ടായിരുന്ന വചനങ്ങൾ. അപ്പോൾ എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് സമയം പോരാ. നമുക്ക് ഒരുമിച്ച് അവരെ ഓർത്ത് നന്ദി പറയുന്ന അവർ കാണിച്ച അനുസരണം, അവർ ആ വചനം എടുത്തു തരുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ആ വാക്യം ഏതാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞ വാക്യങ്ങൾ ഏതാണെന്ന് ഓർക്കുന്നുണ്ടായിരുന്നു? വചനം എടുക്കണ്ട, ആ വാക്ക് പറഞ്ഞാൽ മതി. ആമേൻ ആമേൻ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല അല്ലേ? എന്നാ വലിയൊരു വചനമാണെന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ നമ്മളെ മറക്കുന്ന അനേകം പേരുണ്ടല്ലേ? നമ്മളെ മറന്നു പോകുന്ന അനേകം പേരുണ്ട്. പക്ഷെ കർത്താവ് പറയും, പെറ്റമ്മ മറക്കുമോ? നിങ്ങൾ ചിന്തിച്ച് നോക്കി. എന്നാൽ വരും കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വചനം വെറുതെ പറയത്തില്ല. പെറ്റമ്മ മറക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വന്നിട്ടില്ല. പലതും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പല ദുഃഖകരമായ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ബൈബിള് പറഞ്ഞ പെറ്റമ്മ മറന്നാൽ ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. കർത്താവ് പറയാം, ഞാൻ നിന്നെ മറക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞില്ല, കർത്താവ് എന്നെ മറക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ ഓർക്കുന്ന ദൈവമാണെന്ന് പറ. കർത്താവ് എന്നെ മറക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ചില ഇടങ്ങളിലൊക്കെ നമ്മൾ പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും ചില ഇടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനത് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാവും. ഓ ശരി, പരിഹാസത്തിലായി പോലെ, ഇച്ചിരി നിന്നയിൽ കടന്നു പോലെ, ഞാനത് മറന്നുപോയി. പക്ഷെ എനിക്കൊരു കാര്യം അന്ന് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായി. ദൈവം ഇതെല്ലാം ഓർക്കും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ലജ്ജിക്കപ്പെട്ടാൽ, എവിടെയെങ്കിലുമൊക്കെ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, നമ്മൾ ചിലപ്പം കുറേ നാൾ കഴിയുമ്പം, ചിലപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പം മനസ്സിൽ നിന്ന് മറന്നുപോകും ആ ഇൻസിഡൻ്റൊക്കെ. മനുഷ്യനൊരു പ്രത്യേകത ഉണ്ട്, കുറേ കഴിയുമ്പോൾ മറക്കും മനുഷ്യൻ. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം മറക്കത്തില്ല. ദൈവം ഓർക്കുന്ന ദൈവമാണ്. നിങ്ങളെ അവിടെ തന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവ സാക്ഷികൾ എൻ്റെ ജീവിതത്തിലുണ്ട്, പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആമേൻ. പലരുടെ ജീവിതത്തിൽ ദൈവം ഓർത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. എല്ലാവരും സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരെ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്യും കേട്ടോ. വളരെ ശ്രദ്ധിച്ചിരിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. പ്രാർത്ഥന കൂട്ടായ്മയാണ്. ഈ ഇടയ്ക്ക് മ്യൂട്ട് മാറ്റി സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാത്തവരെ ഞാൻ ലെഫ്റ്റ് ചെയ്യും. വളരെ സീരിയസ് ആയിട്ടിരിക്കണം. കാര്യം കർത്താവിൻ്റെ സുവിശേഷമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു യേശു നമ്മുടെ നടുവിലുണ്ടെന്ന്? അവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യുന്ന രോഗസൗഖ്യങ്ങൾ, നമ്മുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവചന ആലോചനകൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെ സീരിയസ് ആയിരിക്കണം. യേശു നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം ലഭിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ആമേൻ. ദൈവിക ആലോചന കേട്ട് നടന്ന സംഭവിച്ച ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ? ഞാൻ എന്തിനാ ചോദിച്ചെന്നറിയാവോ? നമ്മുടെ ഇടയിൽ രോഗസൗഖ്യങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ഇടയിൽ ദൈവം തന്റെ ആലോചനകൾ പറയുമ്പോൾ, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അതിന്റെ അർത്ഥം സീരിയസ് ആയിട്ടിരിക്കണം. യേശു നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. യേശു നമ്മുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാൽ വളരെ സീരിയസ് ആയിട്ടിരുന്നാണ്. ഞാൻ എന്തിനാണ് ഇത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പ്രാർത്ഥിക്കാം. സുധാമണി സിസ്റ്ററെ സൗണ്ട് മ്യൂട്ട് ചെയ്യുക. സൗണ്ട് മ്യൂട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ടിരിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എനിക്ക് കർത്താവിന്റെ ദൈവിക ആലോചനകൾ, പ്രവചന ശബ്ദങ്ങൾ വരുമ്പോൾ എൻ്റെ ആഗ്രഹമല്ല, എനിക്ക് ആഗ്രഹം എല്ലാവരോടും ദൈവാത്മാവിൽ പ്രവചിക്കണമെന്നാണ്. സുധാമണി സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? സുധാമണി സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എന്നെ ഒന്ന് പ്രതികരിച്ച്. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എന്റെ നിന്നെ വാഹിച്ചു എന്നും നടത്തിയിടും ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ സിസ്റ്റർ ഒന്ന് ലെഫ്റ്റ് ചെയ്യിച്ചോട്ടെ. സിസ്റ്റർ കേൾക്കുന്നില്ല. സിസ്റ്റർ എനിക്ക് വന്നത് പ്രാർത്ഥനയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ല, വളരെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ സീരിയസ് ആയിട്ടിരിക്കുക. എനിക്കിതൊരു പിള്ളകളെയായിട്ട് തോന്നുന്നില്ല. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എത്ര പേരെന്ന് പറയുന്നുണ്ട് ഞാൻ കർത്താവെ തിരിച്ചറിയുന്നു, യേശു ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന്? അവർ മാത്രം ആമേൻ പറഞ്ഞു. ആമേൻ. ഞാൻ ഇന്നലെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചായിരുന്നു. ആരെങ്കിലും പ്രതികരിച്ചോ? സൗണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, മ്യൂട്ട് ആക്കണം. സഹോദര ഒന്ന് മ്യൂട്ട് ചെയ്യണം എന്ന് പറയണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളെ ദൈവം ചെയ്യുന്നല്ലോ. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ചെയ്യുന്നല്ലോ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട്. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നും അത്ഭുതങ്ങൾ നടക്കും. ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വചനം കാണാൻ പറ്റുന്നുണ്ടല്ലോ? എല്ലാവർക്കും വാക്യം കാണാൻ പറ്റുന്നുണ്ട്? ക്ലിയർ ആണോ നിങ്ങൾക്ക് വാക്യം? കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ വാക്യം വായിക്കണ്ട. നിങ്ങൾ എൻ്റെ കൂടെ വായിച്ചാൽ മതി. സൗണ്ട് മ്യൂട്ട് മാറ്റണ്ട. ഇന്ന് എനിക്ക് ദൈവകൃപയാൽ വചനം അവിടെ പറയാൻ പറ്റി ദൈവ ആശ്രയത്തെ പറ്റിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു വിഷയമാണ് ദൈവാശ്രയം. എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അറിയാൻ നമ്മളെ നോക്കുന്നത് ദൈവ ആശ്രയമാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ തകർന്നു പോകത്തില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ഭയം എന്നാണെന്നറിയാവോ? പിശാചിന് നിങ്ങളെ ഭയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയത്തില്ലേ, ശക്തനായ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിൻ്റെ പേടി നിങ്ങളെയല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനെ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ പിശാചിന് ഏറ്റവും ഭയം നിങ്ങളെയാണ്. നിങ്ങളെന്ന വ്യക്തി അവന് ഭയമില്ല, നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം. ദൈവത്തിൽ ഒരാൾ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ പ്രത്യേകത ചേർത്ത് പിടിക്കും. ആമേൻ. ഇവിടെ വചനം പറയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നത്ര. എൻ്റെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് ദൈവം ചില കാര്യങ്ങൾ സംസാരിക്കും. കർത്താവ്, ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പല വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വല്ലാതെ സ്ട്രഗിൾ ചെയ്തൊരു സമയമായിരുന്നു.
കർത്താവിൻ്റെ ഒരു ആലോചന എന്നോട് ദൈവം പറഞ്ഞു, ഞാനത് ചെയ്യും എന്നൊരു ദൈവശബ്ദം ഞാൻ കേട്ടു. പക്ഷെ എൻ്റെ ടെൻഷൻ എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, പിന്നെയും പ്രാർത്ഥിച്ചു. എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒന്ന് ദൈവം എന്നോട് സംസാരിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, ദൈവം ആ കാര്യം ചെയ്യും എന്നൊരു വാഗ്ദത്തം ദൈവം എനിക്ക് ഉറപ്പ് തന്നു. പക്ഷെ എൻ്റെ മനസ്സ്, എൻ്റെ മൈൻഡിൽ ഞാൻ ആയിരിക്കുന്ന വിഷയം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ഭാരമകത്ത് കയറിയിട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുക. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ശബ്ദം ഒന്നും ക്ലിയർ ആകുന്നില്ല. എനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നത്തേതിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ വിഷയം അത്ഭുതമാക്കി മാറ്റിയപ്പോൾ എനിക്ക് ഉത്തരവില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഊവെന്ന് പറയുന്നയാളാണ്. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. എന്നാ വലിയ കുലുങ്ങുന്ന വിഷയം വന്നാലും കർത്താവ് പറയുകയാണ് ആമേൻ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെയും ദൈവം എന്ത് ചെയ്യത്തില്ല, അങ്ങനെ തന്നെ എന്ന് പറയത്തില്ല. ഇപ്പം നിങ്ങളോട് ഞാൻ വന്ന് ചോദിക്കും, ഇപ്പം തോമസ് ബ്രദറിനോട് ഞാൻ ചോദിക്കും, തോമസ് ബ്രദറെ എനിക്ക് ആ കാര്യം ചെയ്തു തരാമോ? തോമസ് ബ്രദർ പറയാം ചെയ്തു തരാം. 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് ചോദിക്കും, ബ്രദറെ ആ കാര്യം ചെയ്തു തരാമോ? ബ്രദർ പറയും ഞാൻ ചെയ്തു തരാമല്ലോ. ഒരു 3-4 പ്രാവശ്യം കൂടെ ചോദിച്ചാൽ ചിലപ്പോൾ തോമസ് ബ്രദർ പറയും ഇനി മേലെ ചോദിക്കാൻ ഞാൻ ചെയ്ത് തരത്തില്ല. ചിലപ്പോൾ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ടല്ലേ. അതായത് നമ്മൾ ഒരു കാര്യം തന്നെയും പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ദേഷ്യപ്പെടുവല്ല, പകരം ദൈവത്തിൻ്റെ പ്രത്യേകത അവനെ ഊവെന്ന് പറയുന്ന ദൈവമാണ്. അവൻ ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകുമെന്ന് പറയാൻ കാരണം ഒരു പ്രാർത്ഥന പോലും റിപ്പീറ്റ് ചെയ്യരുത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുക. അവൻ ഊവെന്ന് പറയുന്നയാളാണ്. ദൈവം ചെയ്യാൻ കഴിയുന്നതേ ദൈവം പറയത്തുള്ളൂ. കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുമെന്ന് തമ്പുരാൻ പറഞ്ഞാൽ എന്നെ പ്രത്യേകത എന്നറിയാവോ? ദൈവം അത് ചെയ്തിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ അവിശ്വാസവും നമ്മുടെ പിറുപിറുപ്പും നിമിത്തം എന്നാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടെൻഷനാകും. ഈ ടെൻഷൻ എങ്ങനെ ജയിക്കുക എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഊവെന്ന് തന്നെ. അതിൻ്റെ അർത്ഥം അത് ഓക്കെ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാവോ? ആമേൻ, ആമേൻ, അങ്ങനെ തന്നെ, ആമേൻ, അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ തന്നെ. അപ്പൊ ആമേൻ എന്ന് പറയും. ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആമേൻ പറഞ്ഞോണം. ഉടനെ നിങ്ങൾ ആമേൻ. എൻ്റെ അർത്ഥം അങ്ങനെ തന്നെ. ദൈവം അവിടുന്ന് പറയാണ് ഉവ് ഉവ് ഉവ്. ഈ ഉവ് ഉവ് എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലെ എൻ്റെ അർത്ഥം എന്താ? ഉവെന്ന് പറഞ്ഞാൽ പഴയ അപ്പച്ചന്മാരൊക്കെ പറയും ഉവെന്ന് പറയും. ശരി, ഓക്കെ. നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നതിൻ്റെ അർത്ഥം, അല്ലേ? ഓക്കെ. ദൈവം പറയാണ് എത്ര വാക്തത്വം ഉണ്ടെങ്കിലും ഓക്കെയാണ്, ഞാൻ റെഡിയാ അത് ചെയ്തു തരാൻ. അപ്പൊ തിരിച്ച് നമ്മൾ എന്നാ പറയണം? ആമേൻ. ഇപ്പൊ മനസ്സിലായി? ആമേൻ. ദൈവത്തിന്റെ വചനം കേട്ടാൽ നിങ്ങൾ അപ്പൊ തന്നെ ആമേൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ. 21-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ ഞങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അടുത്ത വാക്യത്തിൽ ദൈവം നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വചനമായത്. ദൈവം നമ്മളെ മുദ്രയിട്ടു. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു 1000 പേരുടെ നടുവിൽ നിങ്ങൾ പെട്ടുപോയെന്നിരിക്കട്ടെ. 1000 പേര് ഒരേപോലെ നടന്നു പോവുക. നിങ്ങൾ അതിൻ്റെ നടുവിൽ നിൽക്കുക. നിങ്ങളുടെ ബന്ധുക്കാരോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ വേറെ എവിടെയെങ്കിലും ഒരറ്റത്ത് നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിയാൽ, നിങ്ങളെ വിളിച്ചാൽ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഈ 1000 പേര് വെറുതെ നടക്കുമല്ല. അവർ ഫോണിൽ സംസാരിക്കും, അവർ പരസ്പരം സംസാരിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ തപ്പിപ്പിടിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് എനിക്ക് വന്നത് ബാംഗ്ലൂർ പോയ സമയത്ത് ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ആദ്യമായിട്ട് ട്രെയിൻ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങോട്ട് വലിയ തിരക്കാ, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആളുകൾ എങ്ങോട്ട് ശക്തി ഉപയോഗിക്കും, അതായത് നടക്കുന്ന ആൾക്കാരുടെ ഫോഴ്സ് അങ്ങോട്ട് നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്തുകൊണ്ട് അതുപോലെ തിരക്കാ. അത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതേപോലെ 1000 പേരുടെ നടുവിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാനോ വിളിച്ച് എടുക്കാനോ ഉള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ബൈബിള് പറയും ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾ മറഞ്ഞു പോയാലും ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ മുദ്ര അവിടെയുണ്ട്. ഈ മുദ്രയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. യേശു ക്രിസ്തു, നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ആളുകൾ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കും, അല്ലേ?
ഈസ്റ്ററിന്റെ പ്രത്യേകത ലോകം മുഴുവനും അടച്ചിട്ട കല്ലറയ്ക്ക് മുമ്പിൽ പോയിട്ടല്ല നിൽക്കുന്നത്, തുറന്ന കല്ലറയ്ക്കാണ്. നിങ്ങൾക്കറിയാം, ഒരു സമയത്ത് ഈ കല്ലറ അടച്ചിട്ടായിരുന്നു. റോമൻ ഗവൺമെന്റ് യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്തിട്ട് അവരിങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന് കാവലാക്കാൻ വേണ്ടി ലോകത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യമാണ്. മരിച്ചൊരു ഡെഡ് ബോഡിക്ക് ആരെയും കാവൽ നിൽക്കൂ? ഒന്ന്, ആ ഡെഡ് ബോഡി എണീറ്റ് നടക്കത്തില്ല. നമ്മൾ ഇന്നേ വരെ ഏതെങ്കിലും ശവാടക്കിന് പോയിട്ട് സെക്യൂരിറ്റിക്കാരെ കണ്ടിട്ടുണ്ടോ ശവത്തിന് ചുറ്റും നിൽക്കുന്നത്? ഇല്ല. ഒരു ഡെഡ് ബോഡി എണീറ്റ് ഓടത്തില്ല, ഇനി ആ ഡെഡ് ബോഡി നടക്കത്തില്ല, ചിരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അതിനെ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി എണീറ്റ് പോകത്തില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നറിയാവോ? ഇനി എടുത്തോണ്ട് പോകാതിരിക്കാനും എണീറ്റ് പോകാതിരിക്കാനും വേണ്ടി 4 പേരെ കാവലാക്കി മാത്രമല്ല, നാട്ടിൽ ഒരുത്തൻ പോലും ആ കല്ലറയ്ക്കൽ വന്ന് യേശുവിന്റെ ശരീരം എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി റോമൻ ഗവൺമെന്റിന്റെ മുദ്രയിട്ടു. ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ തേക്കും ചന്ദനമൊക്കെ നിൽക്കുമ്പോൾ ഗവൺമെന്റ് വന്ന് സീല് ചെയ്യും. ആ സീല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോലീസ് വരും. ആ മുദ്രയുടെ പവർ അതാ. ആ തേക്കിന്റെ പവർ അല്ല, ചന്ദനത്തിന്റെ പവർ അല്ല, മുദ്രയുടെ പവറാ. അതേപോലെ റോമൻ ഗവൺമെന്റ് ഒരു മുദ്രയിട്ട് ഇത് പൊട്ടിച്ചാൽ ഉറപ്പാ ജീവിതം തീരും. എന്നാൽ ബൈബിള് പറയുന്നു, പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്ന്, എഫേസ്യ ലേഖനം പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കിയാൽ, റോമൻ ഗവൺമെന്റിന്റെ മുദ്രകളെ പൊട്ടിച്ച് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ മുദ്ര ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോട് കൂടെ ക്രിസ്തുവേശുവിൽ ഉറപ്പിച്ചു. ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ദൈവം നമ്മളെ മുദ്രയിട്ട്, 22-ാം വാക്യം നോക്കിക്കേ, ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഉയർപ്പിച്ചപ്പോൾ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര അവിടെ പൊട്ടി. ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ മുദ്ര ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരു പിശാചിന്റെ മുദ്ര നിങ്ങളുടെ മേൽ വാഴത്തില്ല. അത് രോഗമെന്ന മുദ്ര ആയിക്കോട്ടെ, സമാധാനക്കേടെന്നുള്ള മുദ്ര ആയിക്കോട്ടെ, സന്തോഷമില്ലാത്ത അവസ്ഥയായിക്കോട്ടെ, ഏത് മുദ്രേനെ അത് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോണം, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഈ വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന്റെ ചില പ്രത്യേക സ്വഭാവങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ വചനം നിങ്ങളിപ്പോൾ കേട്ടാൽ, നിങ്ങളിപ്പോൾ ഏതു ആയിക്കോട്ടെ ഒരു വചനം കേട്ടോണ്ടിരിക്കുക. പണ്ടൊരു സഹോദരി എന്നെ കുറേ നാൾ മുമ്പ്, പാലായ്ക്കടുത്തുള്ളൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ കുറേ തവണ എക്സാം എഴുതുന്നുണ്ട്, IELTS, ഓസ്ട്രേലിയക്ക് എന്തോ പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ എത്ര എഴുതിയാലും ഞാൻ ജയിക്കത്തില്ല. പക്ഷേ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു, നീ മിടിക്കുക. ജയിക്കാത്തതുകൊണ്ട് കോട്ടയത്തു നിന്ന് തിരുവനന്തപുരം പോയി, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് പോയി നിൽക്കുക പഠിക്കാൻ വേണ്ടി. പല സെൻറ്ററുകളും മാറി, പക്ഷെ ഞാൻ ജയിക്കുന്നില്ല. പോകുന്നിടത്തൊക്കെ ടീച്ചർമാർ പറയുന്നത്, നീ മിടിക്കുകയാണല്ലോ, പിന്നെ നീ എന്തുകൊണ്ട് തോക്കുന്നു? അപ്പോൾ പുള്ളിക്കാർ പറയുകയാണ്, അപ്പോൾ അതേ പരീക്ഷയുടെ സമയമാകുമ്പോൾ, പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല, എങ്ങാണ്ടെന്നൊരു വിറയൽ വരും, പിന്നെ അങ്ങോട്ട് എല്ലാം ഞാൻ മറന്നു പോകും, പിന്നെ എനിക്ക് കംപ്ലീറ്റ് പരാജയമാണ്. ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്കൊരു ജയം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കെല്ലാം അറിയാം ബ്രദറെ, എനിക്കെല്ലാം അറിയാം, പക്ഷെ എനിക്ക് ആ സമയമാകുമ്പോൾ കൺട്രോളിൽ നിന്ന് എനിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സൗകര്യ കാര്യം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അവരോട് പറയണം ഈ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനായിത്തീരും. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഈ വചനം പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ IELTS പാസ്സാകും. എന്നോട് ചോദിച്ചു, ബ്രദറെ, ഈ വചനം പറഞ്ഞാൽ ഞാൻ ജയിക്കുമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നു. പരീക്ഷയുടെ സമയമായപ്പോൾ എന്നെ വിളിച്ചു, ബ്രദറെ, വിറയൽ തുടങ്ങി, പേടി. പരീക്ഷയുടെ കുറേ സമയമായപ്പോൾ പിന്നെയും വിറയൽ, കൈ വിറയ്ക്കുന്നു, മനസ്സിൽ എന്തൊക്കെയോ മാഞ്ഞു പോകുന്നു, മനസ്സിൻ്റെ അകത്തൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇത്രയും നേരം വരെ ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ച് ഒറ്റ വാക്കുപോലും വരുന്നില്ല. ഞാൻ പറഞ്ഞു, വചനമകത്തുണ്ടോ ബ്രദറെ? അത് ഞാൻ പറഞ്ഞുകൊണ്ട്, ആ വചനം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ബ്രദറെ, പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ജയിക്കുമോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരി പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ പരീക്ഷ ജയിക്കും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം പരീക്ഷ ജയിക്കും. പരീക്ഷ ഹോളിൽ കയറി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, അവർ ചെക്ക് ചെയ്തു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ ശക്തനാക്കുന്ന, കൈ വരയ്ക്കുന്നു, കാല് വരയ്ക്കുന്നു, മനസ്സിൽ നല്ല ഒന്നും കിട്ടുന്നില്ല, ഒരു ഉത്തരം പോലും മനസ്സിലില്ല. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കൈക്കാത്തൊരു ബലം, വിറയൽ നിന്നു, മറന്നു പോയതെല്ലാം ഓർമ്മയിലേക്ക് വന്നു. അന്നത്തെ പരീക്ഷയിൽ പലതവണ തോറ്റുപോയ, പല സെന്ററുകൾ മാറിപ്പോയ സഹോദരി യേശുവിൻ്റെ നാമത്തിൽ അവിടെ ജയിച്ചു. എനിക്ക് തോന്നുന്ന മകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും. പിന്നീട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല.
ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത, ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊവെന്നതിന്റെ അർത്ഥം ശരി, ഓക്കെ ആണത്. നമ്മളത് ഏറ്റെടുക്കുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് എന്നാണെന്നറിയാവോ, ദൈവത്തിന്റെ ആ ഒരു ഉറപ്പാണ് പ്രവേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ദൈവം നിങ്ങളെ ഉറപ്പിച്ചും. എനിക്ക് വലിയ ഇഷ്ടമുള്ള വചനങ്ങൾ അതൊക്കെ. നമ്മൾ പലപ്പോഴും ദൈവമേ വിശ്വാസ ജീവിതത്തിൽ, ലോക ജീവിതത്തിൽ ഒരു ഉറപ്പുമില്ലല്ലോ. പരിശുദ്ധാത്മാനിക്കാരത്തിൽ ഈ ഒരു ഉറപ്പെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആരോ ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ഉറച്ചൊന്ന് നിന്നാൽ മതി, എനിക്ക് ഇത് ഇവിടെ ഒന്ന് ഉറച്ച് നിൽക്കാൻ ഒരു കർത്താവെ ഒരു ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ച ആരോ ഇതിൻ്റെ അകത്തുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് ആ വാക്ക് പറഞ്ഞപ്പോൾ എന്നോട് എടുത്തു പറയുക, എനിക്ക് ഇതിലൊന്ന് ഉറച്ചു നിൽക്കാൻ, ഒന്ന് പിടിച്ചു നിൽക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നെ ഒന്ന് ബലപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ച ആരോ ഉണ്ട്. ഏറ്റെടുത്തോണം, കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. യേശുവിന്റെ ആരാത് ഇന്ന് പകല് പറഞ്ഞ് പ്രാർത്ഥിച്ചാണോ? കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ എന്നോട് പറഞ്ഞായിരുന്നു. എപ്പോഴാ സിസ്റ്റർ പ്രാർത്ഥിച്ചത്? ഞാൻ ഇന്നൊരു 12:30 ഇന്ത്യൻ സമയം 12:30 അല്ലേ? എന്നോട് ഇത് പറഞ്ഞായിരുന്നോ? എന്നോട് ഇത് പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ സിസ്റ്റർ, ശ്രദ്ധിച്ചോണം. സിസ്റ്റർ ഇന്ന് 12:45 സിസ്റ്റർ പറയാ, കർത്താവെ എന്നെ ഉറപ്പിക്കണം, എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഇന്ത്യൻ സമയം 9:30, ഞാനിവിടെ ഇരിക്കുന്ന സമയം വൈകുന്നേരം 4:30. ഇതിനിടയിൽ സംഭവിച്ച കാര്യം കർത്താവ് അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കർത്താവ് ഈ സമയത്ത് ആരോ പ്രാർത്ഥിച്ചത്, ഈ ദിവസം ഈ സമയത്ത് പ്രാർത്ഥിച്ച ആളോടെ കർത്താവ് ഇടപെട്ടത്. കർത്താവ് ഉറപ്പിക്കാൻ പോവുക. കേട്ടെ, ആ വചനം പറഞ്ഞപ്പോൾ ദൈവം പറയും ഉറപ്പിക്കാൻ പോവുക. ഇനി അങ്ങനെ ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട വേറെ ആരെങ്കിലും ഉണ്ട്, ഏറ്റെടുത്തോണം യേശുവിന്റെ നാമത്തിൽ. ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു, എന്നെ ഒന്ന് ഉറപ്പിക്കണേ എന്ന്. ഏറ്റെടുത്തോ. ആരൊക്കെയാണോ ഇന്ന് പ്രാർത്ഥിച്ചത്, ആരൊക്കെയാണോ ഇന്ന് ദൈവത്തോട് അത് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. നിങ്ങൾ അത് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ പറഞ്ഞത് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അത് കേട്ടോ. ദൈവം അത് കേട്ട് കർത്താവ് തിരിച്ച് മറുപടി തരുകയാണ്. ദൈവം ഉറപ്പിക്കാൻ പോവാ. ബ്രദറെ, ഈ വചനം തന്നെ എനിക്ക് കിട്ടിയത് ഊവാന്നായിരുന്നു. ഞാൻ ഇവിടത്തെ സമയം ഒരു 6:30 ആയപ്പോഴാണ് ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നു. അപ്പൊ ഈ ഊവാന്ന് പറഞ്ഞ ശബ്ദം ഞാൻ കേട്ടു. ആമേൻ. ഒരുമിച്ച് ഒരു ആമേൻ പറഞ്ഞോട്ടെ. കർത്താവിന്റെ ഇന്നത്തെ ഈ വചനം സിസ്റ്റർ എടുക്കുമ്പോൾ കർത്താവ് അതിന് മുമ്പ് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞില്ല, വളരെ സീരിയസ് ആയിട്ടിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുള്ളതിന് തെളിവാത്. നിങ്ങൾ ഇന്ന് വീട്ടിൽ സംസാരിച്ച കാര്യം ഇന്ന് ഈ സൂം പ്രയറിൽ എന്നെ കൊണ്ട് കർത്താവ് പറയിപ്പിക്കണമെങ്കിൽ ദൈവം നമ്മളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. ബൈബിൾ പറയും ദൈവം നമ്മളെ ഉറപ്പിക്കുകയും നമ്മെ അഭിഷേകം ചെയ്യുകയും. നിങ്ങൾ പേടിക്കണ്ടോ ഈ ദിവസങ്ങളിൽ, എൻ്റെ ബ്രദറെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തകർന്നു പോകും, തരിപ്പടമായി പോകുന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നമുക്കൊരു കർത്താവ് ഉണ്ട് കേട്ടോ. ദൈവം തീരുമാനിച്ചാൽ പിന്നെ ഒരു മനുഷ്യന് നിങ്ങളെ മറിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആമേൻ പറയണം, ദൈവസന്നിധിയിൽ നമ്മൾ ആമേൻ പറയണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയണം, 22-ാം വാക്യത്തിൽ പറയണം, ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. ശ്രദ്ധിച്ച്, ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മുദ്രയുടെ പ്രത്യേകത ഞാൻ പറയാം. ഒരു പോലീസുകാരൻ കാക്കി യൂണിഫോം ഒക്കെ ഊരി, അദ്ദേഹത്തിന്റെ ക്യാപ്പൊക്കെ ഊരി, അദ്ദേഹം സാധാരണ ഒരു കൈലിമുണ്ട് എടുത്തുകൊണ്ട് കവലയെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിലെ പാസ് ചെയ്ത് അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ എണീക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം എന്തുവാ, നാട്ടിലെ ഏതോ ഒരു ചേട്ടൻ. അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ ചിരിക്കേണ്ട കാര്യമില്ല, ബഹുമാനിക്കേണ്ട കാര്യം. പക്ഷെ അതേ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റിന്റെ മുദ്രയുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കും, അദ്ദേഹം അതിൽ നടന്നു പോയാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതിന്റെ കാരണം ഒരു മുദ്രയുണ്ട്, ഗവൺമെന്റിന്റെ അതോറിറ്റി, ഒരു അധികാരത്തിന്റെ മുദ്ര അവിടെയുണ്ട്. ബൈബിൾ പറയുന്നു ദൈവം നമ്മെ മുദ്രയിട്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഇന്നത്തെ കീവേഡ് അതാണ്, ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ? കർത്താവ് മുദ്രയിട്ടിരിക്കുക. എൻ്റെ അർത്ഥം ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടല്ലേ ദൈവം എന്നെ മുദ്രയിട്ടത്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം, ഒരു ഗവൺമെന്റ്, ഒരു സ്ഥാപനം മുദ്ര പതിപ്പിച്ച ഒരു കാര്യം ഒരു വ്യക്തി കൊടുക്കണമെങ്കിൽ ആ ഗവൺമെന്റിന് ആ വ്യക്തി വേണ്ടപ്പെട്ട ആളായതുകൊണ്ട്. വഴിയെ പോകുന്ന എല്ലാവർക്കും സ്റ്റാർ കൊടുത്ത് പോലീസ് ആക്കുമോ ഗവൺമെന്റ്? ഇല്ല. ഒരു ഗവൺമെന്റ് അത് കൊടുക്കുന്നെങ്കിൽ
അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഗവൺമെൻറ്റിനുള്ളതാണ്. ദൈവം എന്നെ മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവായത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞത് ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നത് ലോകത്തിൽ ഏതെങ്കിലും സ്റ്റാമ്പ് കൊണ്ടല്ല, ഏതെങ്കിലും സീല് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം എന്ന് പറഞ്ഞാൽ ദാനം, ഗിഫ്റ്റ് കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നുപിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ മുദ്രയിട്ടിട്ട് ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉറപ്പിക്കും. അപ്പൊ എന്നെ ദൈവം ഉറപ്പിക്കും എന്നുള്ളതിന്റെ തെളിവ് എന്തുവാ ഒന്ന് പറയാൻ പറ്റുമോ? ദൈവം എന്നെ ഉറപ്പിക്കും എന്നുള്ളതിന്റെ തെളിവ് എന്തുവാ? ആർക്കെങ്കിലും പറയാം. ഈ വചനം, 2 വചനം 21, 22 വെച്ച് പറയാൻ പറ്റുമോ? ദൈവം എന്നെ ഉറപ്പിക്കും എന്നതിന്റെ ആ പരിശുദ്ധാത്മാവ് എന്ന മുദ്ര, പരിശുദ്ധാത്മാവ് എന്ന മുദ്ര എൻ്റെ അകത്തിട്ടതിന്റെ കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ദൈവം എന്നെ ഉറപ്പിക്കും എന്നതിന്റെ പ്രൂഫാണത്. ഹല്ലേലൂയ. ഇതിന്റെ പ്രൂഫാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളതിന്റെ കാര്യം ദൈവം എന്നെ ഉറപ്പിക്കും എന്നതിന്റെ തെളിവാണ്. ഇതിനേക്കാൾ വലിയൊരു തെളിവ് നമുക്ക് വേണോ? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ കൊറിയറൊക്കെ അയക്കുന്ന സമയത്ത് കൊറിയർ സാധനം, വലിയ വിലപിടിപ്പുള്ള കൊറിയർ സാധനം കൊറിയർ സെന്ററിൽ ചെന്നിട്ട് അതിങ്ങനെ അവർ നന്നായി പൊതിഞ്ഞ് പാഴ്സലാക്കിയിട്ട് നമ്മളത് പൈസ എല്ലാം അടച്ചു കഴിയുമ്പോഴേക്കും ഒരു റെസീപ്റ്റ് തരും. കാര്യം ചെറിയൊരു പേപ്പർ ആയിരിക്കും. ആ ചെറിയൊരു പേപ്പറുള്ള നിങ്ങൾ കൊടുത്ത വലിയൊരു പെട്ടിക്കാരുടെ സാധനമായിരിക്കാം, പക്ഷെ തിരിച്ചവർ തരുന്ന ഒരു ചെറിയ റെസീപ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്തൊക്കെയും, ഞാൻ ഇത്രയും വലിയ സാധനം തന്നിട്ട് ഈ കുഞ്ഞു റെസീപ്റ്റാണ്, ആ ഒറ്റ കുഞ്ഞു റെസീപ്റ്റ് മതി, പൂർണ്ണ ഉത്തരവാദിത്തം ആ പാഴ്സൽ സർവീസുകാർ ഏറ്റെടുത്തതിൻ്റെ തെളിവാണ് ഈ പ്രൂഫ്. ഇതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങളത് റിസീവ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രൂഫാണത്. ഒരു ട്രാക്കിംഗ് നമ്പർ അതേ കാണും അല്ലേ? ഇവിടെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ന മുദ്ര ദൈവം എൻ്റെ മേൽ ഇട്ടിരിക്കുന്നത് എന്നാണെന്നറിയാവോ? എന്നെ ഉറപ്പിക്കാനാണ്. 2024 ആത്മാവിൽ ഏറ്റെടുത്തോണം, യേശുവിൻ്റെ ഞാൻ ഉറയ്ക്കാൻ പോവുകയാണ്. കർത്താവ് എൻ്റെ ഉള്ളിൽ കർത്താവ് എങ്ങനെ പറയുക? കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, ചില ആളുകൾക്ക് ഭവനങ്ങൾ ലഭിക്കാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങൾ ലഭിക്കാൻ പോകുക. ബ്രദറെ, 2024 ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷെ കർത്താവിനോട് പറയുന്നു, നിങ്ങളെ ദൈവം ഉറപ്പിക്കാൻ പോവുക. കറങ്ങി നടക്കുന്ന ആരോ, വാടകയ്ക്ക് ഇങ്ങനെ മാറി നടക്കുന്ന, വാടകയ്ക്ക് ഇങ്ങനെ മാറി നടക്കുന്ന, വാടകയ്ക്ക് ഇങ്ങനെ മാറി മടുത്തു. കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതാണ് ആ വാക്ക്, ഞാൻ മടുത്തു കർത്താവേ, എനിക്കൊരു ഭവനം വേണമെന്ന് മാറി മടുത്ത ഒരാളോട് കർത്താവ്, ഒന്നിലധികം വ്യക്തികളുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം ഉറപ്പിക്കാൻ പോയി, ഏറ്റെടുത്തോണം. ഇന്ന് തന്നെ ഭവനത്തിന്റെ ഒരു പ്ലാൻ വരച്ചോണം, യേശു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറ, ദൈവം നമ്മളെ ഉറപ്പിച്ചു. ദൈവം തന്റെ വചനം നമുക്ക് തന്നിട്ട് ആ വചനം നടക്കും എന്നതിന് ദൈവം നമുക്കൊരു റെസീപ്റ്റ് തന്നു. ആ റെസീപ്റ്റ് ഏറ്റവും വിലപിടിപ്പുള്ള റെസീപ്റ്റ് ആണത്, മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്നതിന്റെ തെളിവ് ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. എന്നാ തെളിവ്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നതിന്റെ തെളിവ് എന്നാ? യേശുവിനെ കർത്താവും രക്ഷകനും. ആ യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറയുവാൻ നിങ്ങൾക്ക് ഈ 2024 ഈ ഒരു സമയത്ത് ഏത് ഉറക്കത്തിൽ വിളിച്ചാലും യേശുവിനെ അല്ലാതെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിജുബദർ ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, നീ യേശുവിനെ കളഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ നാളെ നിനക്ക് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഷിജുബദർ സാക്ഷ്യം പറഞ്ഞു ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ യേശുവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാ സാക്ഷ്യം കേട്ടായിരുന്നു? കേട്ടത്. അപ്പൊ അദ്ദേഹം ജയിലിൽ കടന്നപ്പോ അദ്ദേഹത്തിന് കള്ളക്കേസി കുടുക്കി അദ്ദേഹത്തെ ജയിലിൽ കടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹത്തോട് തുപ്പിയിട്ടും അദ്ദേഹത്തെ കളിയാക്കിയിട്ടും ഒക്കെ പറഞ്ഞു, ഇനി എന്ത് ചെയ്യണം, നീ ദൈവത്തെ കളഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ നാളെ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലില്ല, കർത്താവിനെ വിട്ടേച്ചൊരു കളി എനിക്കില്ല. അവർ പറഞ്ഞ ജാമ്യം കിട്ടിയിരിക്കും. അവർ വേണ്ട. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ അവർ കാണുകയിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, അദ്ദേഹത്തിന് ആൾക്കാർ തുപ്പാൻ തുടങ്ങി ആ ജയിലിൽ കിടന്നവർ. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. യേശുവിന്റെ സന്നിധിയിൽ അദ്ദേഹം വിട്ടുകൊടുക്കാതെ, യേശുവാണ് എൻ്റെ കർത്താവ്, എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു വിശ്വസിച്ച് പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം തന്നെ പറഞ്ഞു, അത്ഭുതമാണ്. ഈ ഒരു സമയത്തും യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് പരിശുദ്ധ ആത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ
യേശു എൻ്റെ കർത്താവ്. ക്രിസ്ത്യാനിയാ നടക്കാൻ വേണ്ടിയല്ല, യേശുവാണ് എൻ്റെ. എനിക്കൊരു കർത്താവുണ്ട്. എന്നാ പ്രശ്നം വന്നാലും യേശു എനിക്കുണ്ട്. എന്നാ പ്രതിസന്ധി വന്നാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ തകർന്നു പോകത്തില്ലെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഒരു മുദ്ര മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പും കൂടെയാണ്. ദൈവം എന്നെ ഉറപ്പിക്കുമെന്നും ദൈവം എനിക്ക് വചനങ്ങളെ എൻ്റെ മുമ്പിൽ നിവർത്തിച്ചു കാണിക്കും എന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധാത്മാവ്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ കൈയടിപ്പിക്കുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ എന്തൊക്കെ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉറപ്പാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിന്റെ സൈൻ എന്നറിയാവോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആ വചനം എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട്? യേശു ആരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത്, കഴിഞ്ഞ ദിവസം എടുത്ത വാക്യത്തിന്റെ താഴേക്കുള്ള വാക്യം കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും എടുത്ത അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ആ വാക്യം. കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് സൗകര്യമാരാണ്ട് ആ വചനം വിട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആ വചനത്തിന് തൊട്ട് മുകളിലാണ് വാക്യം കിടക്കുന്നത്. ഇങ്ങനെ പറയുന്നത്, യേശു മരിച്ചു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ചെന്ന് പരിശുദ്ധാത്മാവെന്ന ചാരം ദൈവത്തിൽ നിന്ന് വാങ്ങി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആ വാക്യം കിട്ടിയവർ പെട്ടെന്ന് എടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. എന്താണ് പരിശുദ്ധാത്മാ? സിസ്റ്റർ ആ വാക്യം എടുത്തിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 23 അല്ലേ? 23 അല്ല, 33. ഓക്കെ, ഞാൻ ആ വാക്യം നിങ്ങളെ ഇപ്പൊ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളവിടെ ശ്രദ്ധിച്ചോണം. അവിടെ എന്താണ് പരിശുദ്ധാത്മാവ്? നമ്മളോർക്കും പരിശുദ്ധാത്മാവ് വരുന്നത് എനിക്ക് അന്യഭാഷ തരാൻ വേണ്ടി മാത്രമല്ല. പരിശുദ്ധാത്മാവ് ഒരു ഉറപ്പാണ്. യേശുവിന്റെ വചനം എൻ്റെ മുമ്പിൽ നിവർത്തിച്ച് കാണിക്കും എന്ന് ദൈവം എനിക്ക് തരുന്ന ഏറ്റവും വലിയ ലോകത്തിലെ ഉറപ്പാണ്. ഏത് വാക്യമായിരുന്നു? 33 അല്ലേ? 33. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? വചനം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആ വാക്യം വായിക്കാം. വാക്യം ഞാൻ വായിക്കാം. യേശു 31 മുതൽ ഞാൻ വായിക്കാം. ശ്രദ്ധിച്ചിരുന്നോളാം. 31 മുതൽ ഞാൻ വായിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? 31 മുതൽ ആ വാക്യം ശ്രദ്ധിച്ചോണം. യേശുവിനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, തന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിനെ പുനരുദ്ധാനത്തിന് മുൻകൂട്ടി കണ്ടു പ്രസ്താവിച്ചു. ഈ യേശുവിനെ ശ്രദ്ധിച്ചോണം, ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. അടുത്ത വാക്യം, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. 33 ശ്രദ്ധിച്ചോണം. യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്തു, പരിശുദ്ധയാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ വിളിച്ചു പറയുകയാണ്, യേശു പോയിട്ട് പിതാവിൻ്റെ അടുക്ക ചെന്നിട്ട് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം വാങ്ങിച്ചിട്ട് നമ്മുടെ മേലെ കൊണ്ടു തന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഈ വാക്യമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതിൽ ഊവെന്നത്രേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ദൈവം നമ്മെ അഭിഷേകം ചെയ്തുമല്ലോ. ദൈവം നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്? യേശു സ്വർഗത്തിൽ ചെന്നതിന്റെ തെളിവാണ് ഭൂമിയിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സകല വചനങ്ങളും നിങ്ങളുടെ മുമ്പിൽ ദൈവം അത്ഭുതമാക്കി മാറ്റും എന്നതിന്റെ തെളിവെന്നാ? ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്നാ തെളിവ്? എന്നാ തെളിവ്? പരിശുദ്ധാത്മാവ് എന്ന മുദ്ര. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടപ്പോ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഓക്കെ ആണ് കാര്യങ്ങൾ. പേടിക്കണ്ട കേട്ടോ. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എനിക്കറിയാം ആദ്യമൊക്കെ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ വലിയ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആദ്യമായിട്ട് ഞാൻ വചനം കേൾക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ, നിക്കക്കള്ളിയില്ലാത്ത പ്രശ്നങ്ങൾ. എനിക്ക് എൻ്റെ ഉള്ളതെല്ലാം വിറ്റിട്ടും ഉണ്ടായിരുന്ന വണ്ടിയെല്ലാം വിറ്റിട്ട് പോലും തീരാത്ത കടത്തിൻ്റെ അകത്ത് ഞെരുങ്ങി പോകുന്ന അവസ്ഥയിലാണ് ഞാൻ യേശുവിലേക്ക് വരുന്നത്. അന്ന് ദൈവത്തിന്റെ കൃപയാൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ഒരു കൃപ തന്നു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഫോൺ സൈലന്റ് ആക്കിയിടും. കാര്യം കടക്കാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ശല്യമായതുകൊണ്ട്. കർത്താവിന്റെ കൃപ. എനിക്ക് കിട്ടുന്ന വചനം മൊത്തം എന്നാണെന്നറിയാവോ? ഞാൻ ആൾക്കാരോട് പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, എനിക്ക് വലിയ പ്രശ്നമാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒക്കെ വെച്ചോണ്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷെ ദൈവാത്മാവ് തരുന്ന വചനം എന്നറിയാവോ? നീ അത്ഭുതം കാണും, നീ നശിക്കത്തില്ല, നിന്റെ ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടാവും. ദൈവമേ,
ഞാനിത് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ഫോൺ സൈലൻ്റാണ്. കാര്യം മാറ്റിയ കടക്കാരിങ്ങനെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൃപയാൽ ആ ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ ഞാൻ കണ്ടൊരു കാര്യം, എൻ്റെ വിഷയങ്ങളെ ദൈവം അങ്ങ് ഏറ്റെടുത്തു. ഞാൻ കർത്താവിനെ ഉയർത്തിയ പിന്നെ ഒരു കാര്യം മനസ്സിലായി, ദൈവം എൻ്റെ വിഷയത്തെ മുഴുവനും എൻ്റെ മുമ്പിൽ അത്ഭുതമാക്കി മാറ്റി. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവത്തെ മാനിച്ചാൽ തിരിച്ച് ദൈവം അങ്ങോട്ട് എന്ത് ചെയ്യും? മാനിക്കും. കർത്താവിനെ ഒന്ന് ഉയർത്തി നോക്കിക്കേ. നമ്മൾ പറയും, ബ്രദറെ എനിക്ക് സമയമില്ല, ഒരു കല്യാണം വരട്ടെ, ഒരു പരിപാടി വരട്ടെ, നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കി പോകും അല്ലേ? ഞാൻ വീണ്ടും പറയുന്നത്, കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉള്ള കാശ് പോകത്തേ ഉള്ളൂ. പക്ഷെ കർത്താവിൻ്റെ സന്നിധി വന്നാൽ അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ആമേൻ. കല്യാണ വീട്ടിൽ പോകേണ്ടെന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. അവിടെ പോകാൻ സമയം കണ്ടെത്തും. നിങ്ങൾ കൂട്ടായ്മ ആചരിക്കാൻ സമയം കണ്ടെത്തണം. ഇത് നിർബന്ധമല്ല, നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ബൈബിൾ പറയുന്നു, ദൈവം നമ്മെ മുദ്രയിട്ടും പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. ഇനി ഓർത്തോണം, ദൈവം നമുക്ക് അത്ഭുതം തരും എന്നതിൻ്റെ തെളിവെന്നാ? ഒന്നുകൂടെ ഞാൻ ചോദിക്കുക. ഉറക്കെ പറ. ആരും പയ്യെ പറയല്ലോ, ആരും പയ്യെ പറയണ്ടാവും. പരിശുദ്ധാത്മാവെന്ന മുദ്ര. മുദ്ര. ആ യേശുവാണ് എൻ്റെ കർത്താവെന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്. യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ്, ഇന്ന് ഞാനൊരു അത്ഭുതമായി തീരും. എൻ്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, എനിക്ക് ഒരു മുദ്രയുണ്ട്. എൻ്റെ ദൈവം എന്നോട് ഉവ്വെന്നാ പറഞ്ഞു. രോഗം സൗഖ്യമാകും. ഉവ്വ് ഓക്കെയാണ്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ അത്ഭുതം കാണും. ഉവ്വെന്ന ദൈവത്തിൻ്റെ വാക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ മറക്കുന്നില്ല, ഞാൻ അതിനെ ആമേൻ പറയുകയാണ്. ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ച് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് ആ രോഗശക്തിയോട് കൽപ്പിക്കാൻ പോവുക. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇപ്പോൾ ഈ നിമിഷം രോഗങ്ങൾ സൗഖ്യമാകാൻ പോവുക. കൈവച്ചേ അവിടെ. ഒരു മടിയും വെക്കണം, ഒരു നാണക്കേടും വേണ്ട. യേശുവിനെ ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു ട്രീറ്റ്മെന്റും വേണ്ട. ഇന്ന് ഈ നിമിഷം യേശു തൊടുക. കർത്താവിൻ്റെ നാമത്തിൽ എന്നെ ഇന്ന് സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ കൈയെടുത്ത് വെച്ച് ആരും പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കരുത് കേട്ടോ. ഇനി ബ്രദർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ഈ നിമിഷം ഒന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാൻ വേണ്ടി പോവാം. കർത്താവ്, ഞങ്ങളുടെ അത്ഭുതം ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഒന്ന് സ്വീകരിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുക. പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഞാനൊരു കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഡയറിയാണ്. പക്ഷെ ഡയറി പോലിരിക്കുന്ന ഒരു ബുക്കാണത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറേ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. കൊടുക്കൽ വാങ്ങലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വത്സ എന്നൊരു പേര് ഞാൻ കാണുന്നുണ്ട്. ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കുറേ ആളുകൾക്ക് കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട ചില എഴുത്തുകളാണ്. ആ ബുക്ക് എപ്പോൾ കണ്ടാലും ഭാരവാ. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഭാരപ്പെടണ്ട കേട്ടോ. കർത്താവ് ആ വിഷയത്തെ ഏറ്റെടുക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയത്തിലോട്ടൊന്ന് കൈവച്ച് ഭാരപ്പെടുന്നവർ, ഭയപ്പെടുന്നവർ ഈ ദിവസങ്ങളിൽ പേടിക്കേണ്ട. കർത്താവ് ഉണ്ട് കേട്ടോ. ഭർത്താവ് കൈവിട്ടാലും, മക്കൾ കൈവിട്ടാലും, തള്ളിപ്പറഞ്ഞാലും, ഉപേക്ഷിച്ചാലും, കുറ്റപ്പെടുത്തിയാലും യേശു ഉണ്ട് കേട്ടോ. മാനിക്കും. ദൈവം നിങ്ങളെ മാനിക്കും. ഒറ്റയ്ക്കാന്നുള്ള ഭയമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ഒറ്റയ്ക്കല്ല, യേശു കൂടെ ഉണ്ട്. ഈ നിമിഷം കൽപ്പിക്കുന്ന രോഗശക്തികൾ വിട്ടുമാറട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. അസ്ഥിക്ക് മേൽ സൗഖ്യം നടക്കുക. അസ്ഥി വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പോൾ അത്ഭുത വിടുതലുകൾ, അത്ഭുത സൗഖ്യങ്ങൾ, മിറക്കിൾസിനെ റിലീസ് ചെയ്യുന്നു. യേശുവേ, അങ്ങ് തൊടുന്നതിന് നന്ദി, അങ്ങ് തൊടുന്നതിന് നന്ദി, അങ്ങ് തൊടുന്നതിന് നന്ദി. ഈ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ഭയമകത്ത് കയറിയിട്ട് ഭയത്താൽ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. ഭയവാ, ആഹാരം കഴിക്കുമ്പോൾ എന്തോ ഒരു ഭയവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ആ ഭയത്തെ പുറത്താക്കുന്ന ധൈര്യത്തോടെ, സ്വത്രത്തോടെ അത് ഭക്ഷിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ അലർജികളും സൗഖ്യമാകട്ടെ. എല്ലാ നിരാശകളും വിട്ടുമാറട്ടെ. എല്ലാ ഞെരുക്കങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിശാലത വരട്ടെ. എൻ്റെ കൂടെ ഒരുമിച്ച് പറ, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വീതറി കൊടുക്കുമെന്ന് പറ.
വായ്പ വാങ്ങത്തില്ല, ഒന്ന് രണ്ട് തവണ പറ, ഒന്ന് രണ്ട് തവണ കൂടെ പറ, ഒന്ന് രണ്ട് തവണ പറ. വലിയൊരു ഫിനാൻഷ്യൽ ഡോർ ഓപ്പൺ ആകുകയാണ്. വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കാൻ പോകുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആമേൻ, 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 ആമേൻ. വിളിച്ചു പറയണം. ഈ ദിവസങ്ങളിൽ വീടിന്റെ അകത്തിരുന്നുകൊണ്ട് വിളിച്ചു പറയണം, ഞാൻ എന്റെ ദൈവത്താൽ അനുഗ്രഹമായി തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ വാട്സാപ്പിലൂടെ വരുന്നുണ്ട്. ഞാൻ വാട്സാപ്പിലൂടെ, യൂട്യൂബിൽ കാണുന്നവരാണ് കൂടുതൽ ഈ വാട്സാപ്പിലേക്ക് സാക്ഷ്യം അയക്കുന്നത്. നിങ്ങളെ ഞാൻ വീണ്ടും എപ്പോഴും പറയുന്നതാണ്, നിർബന്ധിക്കുകയാണ്, നിങ്ങൾ സൂമിൽ തന്നെ വന്ന് സാക്ഷ്യങ്ങൾ പറയുവാൻ ഞാൻ നിങ്ങളോട്. എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ലായിരിക്കാം, വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾ പ്രാർത്ഥന കൂടുന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, കഴിയുമെങ്കിൽ വാട്സാപ്പിലേക്ക് സാക്ഷ്യങ്ങൾ, കാര്യം എനിക്ക് മാത്രമേ അത് കണ്ടിട്ട് ബലം കിട്ടുന്നുള്ളൂ. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന്, ദൈവം എന്നെ വിടിവിച്ചു എന്ന്, അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നൊരു സാക്ഷ്യം കേൾക്കും. ഞാൻ ഒറ്റയ്ക്കാണ് ബലപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ സൂമിൽ വന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊക്കെയും ബലപ്പെടുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. പ്രാർത്ഥനാ വിഷയമല്ല, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അതിൻ്റെ മേൽ കർത്താവ് ജയം തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, നാളെ യൂട്യൂബിലാണ്. ഇതേ സമയം തന്നെയാണ് പ്രാർത്ഥനാ സമയം, യൂട്യൂബിലാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വരും. ലിങ്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം. നാളെ മാത്രമേ ഉള്ളൂ, നാളെ ഒരു ദിവസം മാത്രം സൂമിലാണ്. ഈ സമയത്ത് തിങ്കളാഴ്ച മുതൽ നമുക്ക് സൂമിൽ തന്നെയാണ്. ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ ഷീന സിസ്റ്ററിന്റെ മോളാണ്. പറഞ്ഞു സിസ്റ്ററെ, മോളെ പറഞ്ഞു. അപ്പം എന്റെ ബ്രദർ പറഞ്ഞില്ലേ, ഒരു നീല ബുക്ക് ഉണ്ട്, ഡയറി പോലത്തെ ഒരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ അതെ, അതേ ഒരു ബുക്ക് എന്റെ അമ്മേന്റെ അടുത്തും ഉണ്ട്. ആ പറഞ്ഞ പേര് അതിൽ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം അമ്മയുടെ അനിയത്തിയാണ് ആ പേരുള്ള ഒരാള്, വത്സ എന്നുള്ള പേര്. എന്നോട് അമ്മയും മോളും പറഞ്ഞിട്ടുണ്ടോ ആ പേരുകാരിയുടെ വല്ല കാര്യം, ഇങ്ങനെ ഡയറി ഉണ്ടെന്നും ഡയറിയിൽ അങ്ങനെ ഒരു പേരുകാരി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, എല്ലാരും ദൈവത്തിന്റെ ഒരു സ്തോത്രം കൊടുത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് ഷീന സിസ്റ്റർ എവിടെയായിരിക്കുന്നത്? ഇവിടെയുണ്ട്. ഏത് സ്ഥലത്ത്? ഇപ്പൊ ദുബായില്. കണ്ടോ, ദുബായില് മോളും സിസ്റ്ററും ദുബായിലാണ്. എന്റെ അമ്മയുടെ അനിയത്തിയാണ് വത്സ എന്ന് പറയുന്ന ആള്. വത്സല എന്നാണ് പേര്, വത്സാണെന്ന് നമ്മൾ വിളിക്കല്. അപ്പം അവർക്ക് അവരുടെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ആ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കൊടുക്കാനുള്ള ആൾക്കാരുടെ ഒക്കെ എഴുതുമ്പോ. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കൊടുക്കാനുണ്ട് കുറച്ച് പൈസ, അപ്പൊ അതൊക്കെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ തന്നെ അവള് പറഞ്ഞു. ആമേൻ. സിസ്റ്റർ, ഈ വത്സയ്ക്ക് കൊടുക്കാനുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? വത്സയ്ക്ക് ഞാൻ ഇത്ര കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരുമിച്ച് വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തിനാ കർത്താവ് ഇത്? ദൈവം അത് ഏറ്റെടുക്കും. ഇതിൽ പരം തെളിവ് നമുക്ക് വേറെ വേണോ? കർത്താവ് ആ വിഷയം ഏറ്റെടുത്തു എന്നതിന്റെ പ്രൂഫ് ഉൾപ്പെടെ കർത്താവ് ഈ വചനം കേൾപ്പിച്ചിട്ട് നമ്മോട് പറയാം, നിങ്ങൾക്ക് നീല ഡയറി ഉണ്ടോന്നോ അതിൻ്റെ അകത്ത് വത്സ എന്നൊരു പേര് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ അറിയാൻ ഒരു സാധ്യതയില്ല. പക്ഷെ കർത്താവ് അത് കാണാനല്ല ചോദിക്കുക. എനിക്ക് അതാ ഇപ്പോഴും ദൈവത്തിന്റെ മഹത്വം. ദുബായിലിരിക്കുന്ന സിസ്റ്ററുടെ കയ്യിലിരിക്കുന്ന ഡയറിയുടെ കളറും ഡയറിക്കകത്ത് എഴുതിയിരിക്കുന്ന പേരും കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ UK ഇരിക്കുന്ന എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് നിങ്ങളോടത് പറഞ്ഞു തരുമ്പം ദൈവം നമ്മളെ എത്രത്തോളം കാണുന്നു എന്നതിന്റെ തെളിവാണിത്. നമ്മൾ ചിന്തിക്കുക, ഒരു സൂം മീറ്റിംഗിന്റെ അകത്ത് നമ്മൾ ഈ 10-60 പേര് ഇരുന്നുകൊണ്ട് ഇങ്ങനെ വചനം കേൾക്കുന്ന മാത്രമല്ല, ഞാൻ എപ്പോഴും പറഞ്ഞത് വളരെ, അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, സീരിയസ് ആയിട്ട് വേണം കാണാൻ കൂട്ടായ്മേനെ. അതെ. ചില ദിവസങ്ങളില് ഇപ്പൊ മോളിപ്പം കുറച്ച് നേരത്തെ ബ്രദർ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണ്ട, ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ യേശു അത് ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവള് എന്നോട് മോള് പറയാ, അമ്മ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ബുദ്ധിമുട്ടിക്കരുത്, അമ്മയുടെ കാര്യം കേട്ടു, ഇനി അമ്മ മിണ്ടാതിരിക്കണം, ഇനി അമ്മ ജസ്റ്റ് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയാൻ. അതാ പറഞ്ഞത്, കർത്താവ് നമ്മളെ എത്രത്തോളം കാണുന്നു, ദൈവം നമ്മളെ എത്രത്തോളം അറിയുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ നിങ്ങൾ കർത്താവിന്, അപ്പം ഇത് ഞാൻ എന്തിനാണ് ദൈവിക ആലോചനകളും രോഗസൗഖ്യങ്ങളും സാക്ഷിയൊക്കെ പറയണമെന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. യേശു നമ്മുടെ ഇടയിലുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ദൈവപ്രവൃത്തികൾ. നമുക്ക് ഒരുമിച്ച് ഇന്ന് സിസ്റ്ററേയും കുഞ്ഞിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാം.
ചില നമുക്ക് ഒരുമിച്ച് സിറ്റുവേഷൻസിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മളൊരു സാക്ഷ്യം കേൾക്കുമ്പോ നമ്മുടെ സെയിം സിറ്റുവേഷനിലുള്ള സാക്ഷിയായിരിക്കും അവർക്ക് സക്സസ് ആയ ഈശോ അത് സാധിച്ചു കൊടുത്തത് അവർ പറയുന്നത്. അപ്പൊ നമ്മളപ്പൊ അന്ന് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കും ചിലപ്പോ ഇപ്പൊ അടുത്ത നിമിഷം എന്റേതായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കില്ലേ. ആമേൻ, അപ്പം തീർച്ചയായും. അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഞാൻ എപ്പോഴും ഇവിടുന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളും നന്നായി അറിയാം. അവരതുകൊണ്ട് ഇതൊക്കെ ആമേൻ, കേട്ട് കഴിഞ്ഞ് അവരത് നോട്ട് ചെയ്യും. ആമേൻ, തീർച്ചയായിട്ടും. നമുക്ക് ഒരുമിച്ച് ഇന്ന് സിസ്റ്റർ അനുഗ്രഹിച്ച് വേണ്ടി കർത്താവ് ഇന്ന് കണ്ടു, അതിന്റെ വലിയൊരു തെളിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന്. ഒരുമിച്ച് ആ ഫാമിലിയെ ബ്ലെസ് ചെയ്താട്ടെ യേശുവിന്റെ നാമത്തെയാണ്. കർത്താവെ, അവരുടെ ഡയറി, അവർ എഴുതി വെച്ചിരിക്കുന്ന പേരുകളൊക്കെയും കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ കർത്താവ് അത് കണ്ടു, മകളെ അത് ബലപ്പെടുത്തിയല്ലോ. അവരുടെ സകല കടഭാരങ്ങളും യേശു മാറ്റും എന്നതിന് ഞങ്ങൾക്ക് കർത്താവ് തെളിയിച്ചല്ലപ്പാ. ഞങ്ങളുടെ വിശ്വാസം ഇത് വർദ്ധിപ്പിക്കാൻ ദൈവം ഇടയാക്കില്ല. മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യമായിട്ട് ഞങ്ങളത് കേൾക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ഹലോ ചെയ്യും. ഹലോ പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു ഹലോ ബ്രദറെ, ഞാൻ ഷാലി സിസ്റ്ററാണേ. പറഞ്ഞു. ഞാൻ പറയുന്നത്, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ബ്രദർ പ്രാർത്ഥന തീരാറായപ്പോ, ലാസ്റ്റ് തീരാറായപ്പോ പറഞ്ഞു, ആലീസ് എന്ന് പറയുന്ന ഒരു സഹോദരി വളരെ ഭാരത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ഭാരത്തോട് പ്രയാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആലീസിന്റെ ഭർത്താവിന്റെ പേര് ബേബിയാണെന്നും പറഞ്ഞു. ആലീസ് എന്ന് പറയുന്ന ആളെ എന്റെ ചേച്ചിയാ. ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് ദേവിയ. ചേച്ചി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ സമയത്ത് ഞാൻ ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടിയായിരുന്നു കേൾക്കുന്നത്, ഈ ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനയിൽ കയറുന്നത്. അപ്പൊ ചേച്ചി പ്രാർത്ഥിച്ചു. ഞങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ചേച്ചി കുറെ നാളുകളായിട്ട് ഒരു 11 മണി 12 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ ഭവനത്തിന്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല, വാർത്ത കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ദൈവം വലിയൊരു അത്ഭുതം ചെയ്തെന്ന് പറയാം. ചേച്ചിക്ക് വയറിങ് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഒരു സഹോദരങ്ങൾ വന്നത് വയറിങ് ചെയ്ത് കൊടുത്ത. ഒരു ദിവസം പണിയും കൂടി ഉണ്ട്, അതവർ ഫ്രീ ആയിട്ട് 30,000 രൂപ അവർ ഫ്രീ ആയിട്ട് അവർ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ പിന്നെ ബാക്കി പണി ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം 50,000 രൂപയുടെ ഒരു ചെക്ക് ഒരാൾ കൊണ്ട് കൊടുത്തു. അത് ഇത് പറഞ്ഞത് ചേച്ചി പ്രാർത്ഥിച്ച്. ഹലോ, അതിന് ശേഷമാണ് സിസ്റ്ററെ തിങ്കളാഴ്ച ബ്രദർ ഇങ്ങനെ പറയുന്നേ. ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഞങ്ങളെ ഫോൺ വിളിച്ചു പറഞ്ഞു, ചേച്ചിയും ചേട്ടനും വീട്ടിലുണ്ടാവണം, എങ്ങനെ ഈ പൈസ ചെക്ക് തരുമെന്ന്. ബുധനാഴ്ച ചേച്ചി പണിക്ക് പോയില്ല, ചേച്ചിക്ക് ആ ചെക്ക് കിട്ടി. തിങ്കളാഴ്ച അത് മാറി ക്യാഷ് ആയിട്ട് കയ്യിലും കിട്ടും. തിങ്കളാഴ്ച, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ബുധനാഴ്ച നടന്നല്ലേ? ബുധനാഴ്ച നടന്നു. ചൊവ്വാഴ്ച അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുമെന്നും തരുമെന്നും. ബുധനാഴ്ച ക്യാഷ് ചെക്ക് കിട്ടുകയും ചെയ്തു. 2 കാര്യമാണ് ഞങ്ങൾക്ക് സാധിച്ചു തന്നെ. 2 കാര്യം. ഒന്നൊരു വയറിങ്ങിന്റെ 30,000 രൂപയോളം ആകും. അത് പൂർത്തിയായില്ല, ഒരു ദിവസത്തെ പണിയുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ ഒരു ചെക്കും 1,00,000 രൂപ ഇനി ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ദൈവം ഒരു വലിയ അനുഗ്രഹമാണ് ചെയ്തു തന്നെ. ഞങ്ങൾ എല്ലാവരും കൂടി ദൈവത്തിന് 1000 ഒരുമിച്ച് എല്ലാവരും വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു കേട്ടില്ല, കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച നമ്മുടെ പ്രാർത്ഥനകളെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്, നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. സിസ്റ്റർ പറഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച, ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച മീറ്റിംഗ് കിടപ്പുണ്ട് അവിടെ. എനിക്കറിയത്തില്ല പ്രാർത്ഥന സമയത്ത് കർത്താവ് ആലീസിനെ, നിങ്ങളത് ഓർക്കും എനിക്കറിയത്തില്ല, ആലീസിനെയും ആലീസിന്റെ ഹസ്ബൻഡ് ബേബിയാന്നും കർത്താവ് ഇടപെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇടപെട്ടു ബ്രദറെ. ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ ഷിജി സിസ്റ്ററിന്റെ വീട്ടിൽ പോയപ്പോ ഷിജിയുടെ അമ്മ സാലം ആന്റിയും ഷിജി എന്ന് പറഞ്ഞു, ചേച്ചി നാളെ ആലിസ് ചേച്ചിയുടെ കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ അന്നേരം പറയാൻ എനിക്കൊരു മടിയായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ അനുഗ്രഹം ദൈവം പിറ്റേ ദിവസം ചൊവ്വാഴ്ചയും പോയി ബുധനാഴ്ച കിട്ടി കഴിഞ്ഞപ്പോ പറയാമെന്ന് വെച്ചു. ദൈവത്തിന് നന്ദി, 1000 നന്ദി ഒരു കൂടി. സിസ്റ്റർ പറഞ്ഞ കേട്ടില്ലേ? തിങ്കളാഴ്ച ആലോചന കേട്ടു. സിസ്റ്ററുടെ അവരിൽ ഒരുമിച്ച് കേൾക്കുന്നത് വീടിന്റെ അകത്തിരിക്കുന്ന ആലീസിനെയും ഹസ്ബൻഡ് ബേബിനെയും കർത്താവ് തൊടുകയാണ്. അപ്പൊ ഒന്നും മനസ്സിലായില്ല. തിങ്കളാഴ്ച കേട്ടു, ബുധനാഴ്ച അതിന്റെ റിസൾട്ട്, ഫിനാൻഷ്യൽ മേഖലയിൽ, ആ വീട് പണിയുടെ മേഖലയിൽ അതിന്റെ റിസൾട്ട് കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, നമ്മൾ ഈ പറയുന്ന വാക്കുകൾ, പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന വാക്കുകൾ, പേരുകൾ, സ്ഥാനങ്ങൾ, സന്ദർഭങ്ങൾ എപ്പോഴും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ നോക്കണ്ട. അയ്യോ ബ്രദറാണ്, ബ്രദർ എന്നല്ല, നമ്മുടെ ഇടയിൽ യേശു ഉണ്ട്. ഇന്ന് കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു നാവാക്കി നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് എന്നെ ഒരു നാവാക്കി നിർത്തിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്തോണം. ഇന്ന് ശേഷം പറഞ്ഞ പോലെ ആ പേര് എന്നാലോചിച്ച് നോക്കിയ വചനം കേട്ടപ്പോൾ കർത്താവ് ആലീസിനെയും ഹസ്ബൻഡ് ബേബീനെയും ദൈവം തൊടുന്നു എന്ന് പറഞ്ഞപ്പം അവർ ചിന്തിച്ച് കാണും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആലീസും ബേബി ആയിരിക്കും. പക്ഷേ അത്ഭുതം നടന്നപ്പോൾ അവർക്ക് കൺഫേം ആയി ഞങ്ങളെ പറ്റിയാണ് ദൈവം പറഞ്ഞത്. നാളുകളായി തടസ്സപ്പെട്ട് കിടന്നത് കർത്താവ് ഏറ്റെടുത്ത് അതിൻ്റെ മേലെ അത്ഭുതം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളാണ്. ഇന്ന് പ്രിയമകളെ ധൈര്യത്തോടെ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് ബ്ലസ് ചെയ്യാം. കർത്താവ് ഞങ്ങൾ ഷെർലിസ്റ്റിനെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണല്ലോ അപ്പ. അവരോട് ദൈവം ഇടപെടുക മാത്രമല്ല, ദൈവം അവരുടെ കാര്യങ്ങൾ പേരുകൾ വെളിപ്പെടുത്തുക മാത്രമല്ല, അവർക്ക് അനുഗ്രഹവും കൂടെ കൊടുത്തല്ലോ കർത്താവേ. അത്ഭുതത്തിന് നന്ദി കർത്താവേ, ആലോചനയ്ക്കും അത്ഭുതത്തിനും നന്ദി. യേശു ജീവിക്കുന്നു, ഞങ്ങളും കൂടെ ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ബ്രദർ, ഇന്നലെ സോഫി എന്ന വ്യക്തിയെ ദൈവം തൊടാൻ പോവുകയാണെന്ന് പറഞ്ഞായിരുന്നു. അതെന്റെ ചേച്ചിയാണ്. എനിക്ക് ഇന്നലെ പ്രെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പുറത്തായിരുന്നു. അപ്പൊ പുറത്തായിരുന്നപ്പോൾ ഞങ്ങള് സംസാരിച്ചത് എന്റെ ചേച്ചിനെ പറ്റിയായിരുന്നു. ചേച്ചി ഇന്നലെ ചേച്ചി നാട്ടിലാണ്, ഞാൻ UK-യിലാണ്. ചേച്ചി എന്നെ വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു. ബ്രദറിനെ ഒന്ന് വിളിക്കണം, എനിക്ക് പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ നിരാശ. ബ്രദർ ഇന്നലെ അതിനെപ്പറ്റിയാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ബ്രദറിനെ വിളിക്കണം എന്ന് പറയാനായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇന്നലെ ഈ മെസ്സേജ് വീഡിയോ കണ്ടിട്ട് ഞാൻ ചേച്ചിനെ വിളിച്ചത്. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, ബ്രദറിനെ ഒന്ന് വിളിക്കണമെന്ന് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, സിസ്റ്റർ ഇന്നലെ സൂമിൽ ഉണ്ടായിരുന്നോ പ്രാർത്ഥനയിൽ? ഇല്ല, സൂമിലില്ലായിരുന്നു ഞാൻ. പക്ഷെ എങ്ങനെയാ കണ്ടത്? ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേനും യൂട്യൂബിൽ കണ്ടു. ഓക്കെ. അപ്പൊ ഈ സിസ്റ്ററുടെ ചേച്ചിയുടെ പേര് സോഫി എന്നാണെന്നോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് വീണ്ടും ഒരു ഹാലേലൂയ പറഞ്ഞു. ഞാൻ ഒരുപാട് വിഷമിച്ചു, ചേച്ചി ഇന്നലെ ഒരുപാട് വിഷമിച്ചു. വലിയൊരു എല്ലാ സാക്ഷ്യം വലിയ സാക്ഷ്യമാണ്. ഞാൻ ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുമല്ല, സിസ്റ്റർ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. സിസ്റ്റർ ഇന്നലെ സൂം പ്രയറിൽ ഇല്ലായിരുന്നു, മരിയ സിസ്റ്റർ സൂം പ്രയർ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ പ്രാർത്ഥനയ്ക്കിടയിൽ കർത്താവ് പറഞ്ഞു, സോഫി വലിയ മാനസിക ബുദ്ധിമുട്ടിലോ സമ്മർദ്ദത്തിലിരിക്കുന്ന, കർത്താവ് തൊടുക എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ കേൾക്കുന്നില്ലത്. സിസ്റ്റർ സൂമിൽ ലൈവിലേ ഇല്ല. പിന്നീട് സിസ്റ്റർ പറയുന്നു, യൂട്യൂബിൽ കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു. എൻ്റെ സിസ്റ്ററാണ് സോഫിയ, പുള്ളിക്കാരി വല്ലാത്തൊരു വിഷമത്തിൽ കടന്നു പോവാണ്. യൂട്യൂബിൽ ആ മെസ്സേജ് കേട്ടപ്പോഴാണ് മനസ്സിലായത്, ആ കേൾപ്പിക്കുക. എന്നാലും ചോദിക്കുക, സൂമിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ പിന്നത്തേതിൽ യൂട്യൂബിൽ കയറിയപ്പോൾ കറക്റ്റ് ആലോചന. ഞാൻ ചോദിച്ചത്, ദൈവം എത്ര വിശ്വസ്തൻ. സൂമിൽ അത് മിസ്സായെങ്കിലും സിസ്റ്റർക്ക് അത് കയറിയപ്പം തൻ്റെ സഹോദര വിഷയമാണെന്നുള്ളത് ഏറ്റെടുത്ത്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സോഫിയനെ കർത്താവ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, തൊടാൻ പോവുക. മകളുടെ ഭാരങ്ങളെ കർത്താവ് നമുക്ക് ഒരുമിച്ചൊന്ന് ബ്ലസ് ചെയ്താണ്. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ദൈവം ആലോചനയിൽ വിശ്വസ്തനാണല്ലോ അപ്പ. കർത്താവ്, ഞങ്ങളുടെ ഇടയിൽ കർത്താവ് ഉണ്ടല്ലോ അപ്പോൾ ആ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇന്ന് പ്രിയമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരി വിഷമത്തില്ല, ഞങ്ങൾ മാനുഷികമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. യേശുവിലൂടെ മകൾ വിടുതൽ പ്രാപിക്കും. മകൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കും. എൻ്റെ കർത്താവെ, ഇന്ന് ഷെർലിസ്റ്റ് പറഞ്ഞതുപോലെ ആലോചന കേൾക്കുക മാത്രമല്ല, അതിൻ്റെ അത്ഭുതം കണ്ടതുപോലെ സോഫി എന്ന് പറഞ്ഞ സഹോദരി യേശു ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് തൊടുവെന്നാണ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേൾക്കും. ഈ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ ദൈവ ആ വിഷയത്തെ തൊടുന്നതിന് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു കാര്യം പറയുവാണ്, നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നവര്, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുവാണ് ഈ കാര്യം, നിങ്ങൾ ഈ സുവിശേഷം ഷെയർ ചെയ്യണം. എന്തിനാ ഇത് ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ, തകർന്നിരിക്കുന്ന അനേക ഭവനങ്ങളെ തൊടുവാൻ യേശു ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയിലൂടെ. നിങ്ങൾ ചിലപ്പോൾ ഒരാൾക്ക് ഈ വചനം ഷെയർ ചെയ്തെടുക്കുമ്പോൾ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിൽ കാണുന്നവർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യുക. ഒരു നാണക്കേടും വേണ്ട. നമ്മൾ എത്രയോ ആവശ്യമില്ലാത്ത സിനിമാ പാട്ടും അതും ഇതും ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. വിശ്വാസികൾ വലിയ അഭിമാനമാണ് നമുക്ക് ആ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ, വലിയ അഭിമാനത്തോടെയാണ് രണ്ടുപേര് കണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ. പക്ഷെ ഒരു ഗുണവും ഇല്ല. പക്ഷെ കർത്താവിൻ്റെ വചനം കൊടുത്തു നോക്കി, യേശു നിങ്ങളെ മാനിക്കും. ഈ വചനങ്ങൾ നിങ്ങൾ സ്റ്റാറ്റസുകളായിട്ട് ഇടുക, നിങ്ങൾ അനേകർക്ക് കൊടുക്കുക. ഇതേപോലെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇന്ന് സിസ്റ്റർ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ സഹോദരിയെ പറ്റിയുള്ള വിഷയമായത്. അതുപോലെ ചിലപ്പോൾ തകർന്നിരിക്കുന്ന അനേകരും, എനിക്ക് ഒത്തിരി പേരെ അറിയാം ബ്രദറെ, പലരും യൂട്യൂബിൽ വിളിച്ചിട്ട് ബ്രദറെ എൻ്റെ വിഷയമാണ് കർത്താവ് സംസാരിച്ചതെന്ന് പറഞ്ഞ് പലരും വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടുന്ന നമ്പർ കിട്ടിയത്? ഏതോ ഒരാൾ എനിക്ക് എപ്പോഴോ ഷെയർ ചെയ്താൽ, ഏതോ ഗ്രൂപ്പിൽ ഞാൻ ഈ ഷെയറിങ് കണ്ടതാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് നമ്മുടെ മുടുക്കൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാ. ദൈവം നമ്മളെ തൊടാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഉയർത്തുവാൻ, നമ്മുടെ സകല വിഷയങ്ങളെ മാറ്റി നമ്മളെ സാക്ഷിയാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചേർന്ന് നിന്നാൽ മതി. മറക്കരുത്, ഇത് ഷെയർ ചെയ്യണം.
ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന എനിക്കറിയാം, നിങ്ങൾ മിടുക്കരാണ്, എല്ലാവർക്കും ലിങ്ക് കൊടുക്കുന്നത്. പക്ഷേ യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനേകർക്ക് ഇത് കൊടുക്കുക. ദേഷ്യപ്പെട്ടോട്ടെ, അവർ നിങ്ങളോട് നിങ്ങളെ കയർക്കുവോ, നിങ്ങളോട് ഇഷ്ടക്കേടൊക്കെ പറഞ്ഞോട്ടെ, ഒന്നും പേടിക്കണ്ട, ആരെയും മൈൻഡ് ചെയ്യണ്ട. ക്രിസ്തു നിമിത്തമാണ്. ധൈര്യപ്പെടുക. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ പാസ്റ്റർ, ഇന്നലെ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞിരുന്നു ഒരു അസൈൻമെന്റ് നിങ്ങൾക്ക് തരുക, ഒരു വാക്യം കണ്ടുപിടിക്കണമെന്ന്. അപ്പം തന്നെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ അത് എനിക്ക് കിട്ടണേ ആ വാക്യം എന്ന്. എന്നിട്ട് ഇന്ന് പകല് മൊത്തം ഞാൻ നോക്കി, എനിക്ക് ആ വാക്യം കിട്ടില്ല. ഞാൻ സങ്കീർത്തനം എല്ലാം നോക്കി അപ്പോഴും വൈകിട്ട് വരെ എനിക്ക് കിട്ടിയില്ല. ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോ എനിക്ക് ആ വാക്യം കിട്ടി. ഒരു സ്ത്രീ തന്റെ ആമേൻ. കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇന്നലെ തൊട്ട് ഞാൻ ഈ ബൈബിള് മൊത്തം ഇങ്ങനെ മറിച്ച് നോക്കുക. ഇന്ന് ഈ സൂം മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ വാക്യം കിട്ടി. സ്തോത്രം. ആമേൻ. ആ വചനം പറയുന്നത് പോലെ സിസ്റ്റർ ആലോചന ഏറ്റെടുത്തു. നമുക്ക് ഒരുമിച്ച് ആ വചന സിസ്റ്റർക്ക് തന്നെ അയക്കാം. സിസ്റ്റർ മേലേക്ക് നമുക്ക് ആ വചനം അയക്കാം. മറക്കത്തില്ല, മറക്കത്തില്ല. എന്നോട് എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ ഈ ദിവസങ്ങളിൽ പറയാം, മറക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നോട് എങ്കിലും പരിശുദ്ധാത്മ പറയാം, പ്രിൻസ് എന്ന് പറയുന്ന ഒരാളെ കർത്താവ് തൊട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോവാണ്. മറക്കത്തില്ല, ഓർത്ത് ദൈവം ചിലത് ചെയ്യാൻ പോവാ. പ്രിൻസ് എന്ന് പറയുന്ന ഒരാളെ കർത്താവ് തൊടും കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ കാര്യം കാണാൻ പോവാണ്, വലിയ കാര്യം കാണാൻ പോവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച 6 മാസമായിട്ട് ബ്ലോക്കായി കിടന്ന ഒരു വിഷയം യേശുവിന്റെ നാമത്തിൽ ഈ വരുന്ന ഏപ്രിൽ തീരുന്നതിന്റെ അകത്ത് ദൈവം വലിയൊരു സാക്ഷ്യമാക്കി മാറ്റാൻ പോവാ. പ്രാർത്ഥിച്ച് മുദ്രയിടുന്ന മുദ്രയിടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സിസ്റ്റർ പേരൊക്കെ എഴുതി വെച്ചോളൂ. യെശയ്യാവ് 49:15 തീർച്ചയായും അത് ഏറ്റെടുത്തോ, ആലോചന ഏറ്റെടുത്തോ, ആ പേരുകാരനെ എഴുതി വെച്ചോണം. കർത്താവ് നന്മയാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റും. ആമേൻ. ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. വേഗത്തിൽ ഹലോ എല്ലാവരും പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പറയാം. നിങ്ങൾ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടേ പോകാവുള്ളൂ, ചുരുക്കി പറഞ്ഞോണം. പക്ഷെ സാക്ഷ്യം പറയാതെ ആരും പോകരുത്. കാര്യം എനിക്ക് വിശ്വാസത്തിൽ ഒന്ന് ബലപ്പെടണം. അതുകൊണ്ട് സാക്ഷ്യം വേണം. പക്ഷെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് കുഴപ്പമില്ല, എത്ര സമയമായാലും എനിക്ക് കുഴപ്പമില്ല. ചിലർക്ക് സമയപരിമിതി ഉണ്ട്, എനിക്കില്ല. പക്ഷെ സാക്ഷ്യം പറയാതെ പോകരുത്, ചുരുക്കി പറയാം. ബാക്കി പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു. എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീടൊക്കെ ഇങ്ങനെ ലോൺ ഇരിക്കുവാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതെ. അത് ഞങ്ങൾ ഇതുപോലെ ആലോചിച്ചു, വിൽക്കാനൊക്കെ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ടൊക്കെ പറഞ്ഞു, അത് വിൽക്കത്തില്ല, നിങ്ങൾ അവിടെ തന്നെ താമസിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞ് ബലപ്പെടുത്തി. അതിൽ പിന്നാണ് ഒന്ന് ഉറങ്ങാനൊക്കെ സാധിച്ചതെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ച്, എൻ്റെ 3 മക്കളും അവര് ലോൺ എടുത്തിട്ട് പിന്നെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിളിച്ച്, പലിശ കയറുമായിരുന്നു. അന്നേരം സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവരോടും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പൈസ എടുത്ത് ബാങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് അടച്ചിട്ട് പ്രമാണം ഇന്ന് എടുത്തോണ്ട് വന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കള് 3 പേരുടെ ലോണ് കുറച്ചെടുത്തു. ഇളയ മോനാണ് കൂടുതൽ ലോൺ എടുത്തിട്ട് അവനിപ്പം ഞങ്ങള് പ്രമാണം എടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എങ്കിലും ഇളയ മകന് ഇച്ചിരി കൂടുതൽ ലോൺ എടുത്തു. അപ്പൊ ആ ലോൺ എന്ന് പറയുന്നത് അവന്റെ ശമ്പളം വരുമ്പോ അത്രയും ശമ്പളം കിട്ടത്തില്ല. അതിന്റെ പകുതി 3/4 ഭാഗവും അങ്ങ് ലോണിലോട്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു വിഷമമുണ്ട്. എങ്കിലും നമ്മുടെ പ്രമാണം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനോടും കുടുംബത്തോടും ഞങ്ങളുടെ കൂട്ടായ്മയോടും എല്ലാം നന്ദി അറിയിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത്. ആമേൻ. ആൻസാന്റെ പറഞ്ഞ പോലെ കുറെ നാളുകളായിട്ട് ആൻസാന്റെ വളരെ സങ്കടപ്പെട്ട് നമുക്ക് എല്ലാവരോടും പറയുന്ന ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു. ഭവനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അവർ താമസിക്കുന്ന ഭവനം വലിയ ഭാരമായിരുന്നു, വലിയ സങ്കടമായിരുന്നു. എന്നാൽ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തോട് പറഞ്ഞ ബ്രദറെ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനും വലിയ സങ്കടത്തിലായിരുന്നു. കാര്യം സിസ്റ്റർ, അത് ഒത്തിരി നാളായിട്ട് ആൻറ്റി പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അത് പോകത്തില്ല. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി കർത്താവ് പറയുന്നു പോകത്തില്ല. പക്ഷെ ഇപ്പൊ അവർ ലോണിന്റെ കഥ നിൽക്കുന്നത് പറഞ്ഞതുപോലെ മകൻ വലിയ ഭാരമാണ്. പക്ഷെ കർത്താവ് പോകത്തില്ലെന്ന് പറഞ്ഞാൽ ആ മകന്റെ ഭാരത്തെയും ദൈവം മാറ്റും, അതിനുള്ള വരുമാനത്തെയും ദൈവം വർദ്ധിപ്പിക്കും. കാര്യം കർത്താവ് പറഞ്ഞത്. അന്ന് പറയുന്ന സമയത്ത് ജപ്തിയുടെ വക്കീലല്ലേ ആൻറ്റി, അല്ലേ? ജപ്തിയുടെ വക്കീലല്ലായിരുന്നു? ആയിരുന്നു. അതെ.
ജപ്തിയുടെ മക്കളിരിക്കുന്ന സമയത്താണ് വലിയ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ആധാരം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ഒന്ന് ആലോചിച്ച് വീട്ടിൽ നോക്കിയേ. കൊണ്ടുവച്ച്. അതുപോലെ ഞാൻ വീട്ടിൽ ബ്രദറിനോട് കൊണ്ടുവച്ചു. അതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു, എന്റെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് ഇങ്ങനെ ദൂതൻ മുഖേന എന്നെ ഇങ്ങനെ അറിയിക്കുന്നെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതെ അത് പറഞ്ഞായിരുന്നു. അതേപോലെ ബ്രദറെ, എന്റെ മകന് അതുപോലെ ആ വിഷമം ഉണ്ട്, ഇത്രയും ലോണൊക്കെ ഉണ്ട്, അവന് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു മനസ്സിനൊരു വിഷമം ഉണ്ട്. അത് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആലോചനയോടൊപ്പം ചേർന്നാണ്. ലോൺ ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ ബ്രദറെ ലോണല്ല, ലോണാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നഷ്ടപ്പെട്ട് ജപ്തിയുടെ അകത്ത് കിടന്ന സ്ഥലമാണ് അത്. ഇന്ന് ആധാരം മേടിച്ച് പെരക്കകത്ത് കൊണ്ട് വെക്കുവാൻ കൃപ കൊടുത്തെങ്കിൽ ആ ലോണിന്റെ മേൽ ദൈവം ചെയ്യാൻ പോവാ. നമുക്ക് ഒരുമിച്ചൊന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വരുമാനം വർദ്ധിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. എലീശ പറഞ്ഞൊരു വാക്കുണ്ട്, എലിയാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ കയ്യിൽ എന്നാ ഉള്ളത്, ഇന്ന് അത് വർദ്ധിക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാ. സാലറി കിട്ടിയാൽ പിന്നെ മിച്ചം ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, റിലീസ് ചെയ്യാൻ പോകണം. ബ്ലെസ്സിങ് വർദ്ധിക്കാൻ പോവുക. ഞങ്ങൾ ആ വരുമാന മാർഗത്തെ അനുഗ്രഹിക്കുന്ന യേശുവെ വർദ്ധിക്കാൻ പോവുക. ദൈവം ആലോചന പറഞ്ഞു, ജപ്തിക്കകത്ത് കിടക്കുന്ന വസ്തു സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ലോക ചരിത്രം. പക്ഷെ കർത്താവ് പറഞ്ഞു അവിടെ തന്നെ കിടത്തുവന്നു. യേശുവേ, ഇത് ഞങ്ങൾ ഒന്നിലധികം ആലോചന കേട്ടിട്ടുണ്ട്, പലരുടെ സാക്ഷ്യം. കർത്താവ് ഇന്ന് അവർ ആധാരം മേടിച്ച് പെരക്കകത്ത് വെച്ച് കിടക്കുമ്പോൾ ഇന്ന് അതിൻ്റെ മേലെ ഒരു കടഭാരം ഇനി അവരെ വിഴുങ്ങാൻ വരരുത്. മക്കൾ അത് നിമിത്തം സ്ട്രഗിൾ ചെയ്യത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ, യേശു തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരുമെന്നാണ് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ വർദ്ധിക്കട്ടെ, വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ. 12 കൊട്ട ശേഷിപ്പ് വന്നതുപോലെ കർത്താവ് വലിയൊരു ബാലൻസ് തലമുറകളുടെ അക്കൗണ്ടിൽ വരട്ടെ. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ നന്മയെ റിലീസ് ചെയ്ത് ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് റിലീസ് ചെയ്യുന്നു. കർത്താവ് വർദ്ധിപ്പിച്ചതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അതിനോട് ചേർന്നൊരു വിഷയമുണ്ട്. പിന്നെ ഇതുപോലെ ലോണും ഒക്കെയാന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ട് അവര് മോനും മോന്റെ ഭാര്യയായിട്ട് പ്രശ്നങ്ങൾ, ഒരു വർത്തമാനമൊക്കെ ഇങ്ങനെ ലോണാന്നല്ലോ ഒന്നും നിനക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പൊ ഈസ്റ്ററിന്റെ അവധിക്ക് മോൻ എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്, മോള് അവരുടെ വീട്ടിലോട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് രണ്ടുപേരും അങ്ങനെ മിണ്ടാതൊക്കെ അങ്ങനെ നിൽക്കുക. അത് സന്തോഷമായിട്ട് കുടുംബജീവിതം ഒന്നും സംഭവിക്കത്തില്ല, ഭാരപ്പെടണ്ട. ഇന്ന് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മകന്റെ നന്മ വർദ്ധിക്കും. മക്കളുടെ നന്മകൾ എഴുതി വെച്ചോ. വരുമാനം വർദ്ധിക്കും, കലഹങ്ങൾ മാറിപ്പോകും. യേശു കർത്താവിന്റെ നാമത്തിലാ അത് വർദ്ധിക്കും കേട്ടോ. എഴുതി വെച്ചു വർദ്ധിക്കും. ഈ ഡേറ്റ് വെച്ച് എഴുതി വെച്ചോ, നടന്നിരിക്കും. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞല്ലോ വാടക ഭവനത്തിൽ നിന്ന് മാറി മാറി. അപ്പം ഞങ്ങളിപ്പോ 6ാമത്തെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്, വാടക വീട്ടില്. അപ്പം പലപ്പോഴും ഇങ്ങനെ മാറുന്ന സമയത്ത് ഭയങ്കര മനസ്സിൽ പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇപ്പൊ ഇന്നലെ 2 ദിവസം മുന്നേയും കൂടി ഞാനിങ്ങനെ ദൈവമേ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊക്കെ ഇവിടെ ഇങ്ങനെ മനസ്സിലൊരു ചെറിയൊരു നിരാശ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മാനുഷിക ചിന്തിക്കുമ്പോ ഇപ്പോൾ ഒരു വീടെടുക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോഴില്ല. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള ഒരു പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴില്ല. അപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഇന്ന് ബ്രദർ അത് പറയാനിടയായി. ദൈവം ഭവനം തരുമെന്നൊക്കെ പറയാനിടയായി. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസം മുന്നേ അപ്പൊ ഞാൻ ഇങ്ങനെ ഭവനത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ ഒരു നോട്ട് എടുത്ത് അതിന്റെ ഒരു പേനയെടുത്ത് ഇങ്ങനെ ജസ്റ്റ് പുള്ളിയുടെ ഭാവനയിലുള്ള ഒരു വീടിന്റെ പ്ലാനൊക്കെ വരാനിടയായി. അപ്പം ഞങ്ങള് അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ അതൊരു കാര്യം. പിന്നെ അതുപോലെ ബ്രദർ പറയാറുണ്ട്, അതായത് നമ്മള് വായ്പ വാങ്ങില്ല, കൊടുക്കും. അപ്പം ഈ ഒരു പ്രാർത്ഥനയിൽ കയറിയതിനു ശേഷം ഞാൻ അതെപ്പോഴും നമ്മളിങ്ങനെ പറയുമല്ലോ വിശ്വാസപ്രകാരം സമയത്തൊക്കെ, അതിങ്ങനെ അന്നേരമൊക്കെ പറയാൻ തുടങ്ങി. അതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ മാസം അവസാനം ആകുമ്പോഴേക്കും ചിലപ്പോ എന്തെങ്കിലും ആരോടെങ്കിലൊക്കെ ഇങ്ങനെ ആരോഗ്യ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ നമ്മള് ഇപ്പൊ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. അപ്പം അത് ഒരു സാക്ഷിയാണ്. അപ്പൊ ഇന്ന് ദൈവം ആ ഭവനത്തിനെ പറ്റിയിട്ടും ദൈവം ഇടപെട്ടു വിശ്വസിക്കുന്നു. എന്റെ ഉള്ളിൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, 4 മുറിയുള്ള ഒരു വീടിന്റെ സ്കെച്ച് വരച്ചോ കേട്ടോ. യേശുവിന്റെ നാമത്തിൽ 4 മുറി. അങ്ങനെ തന്നെയാണ് വരച്ചത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എത്ര മുറിയാ? ഞങ്ങള് 4 റൂമുള്ള വീടിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. ആമേൻ. ഒരുമിച്ച് എല്ലാവരും രാമേൻ പറഞ്ഞു. ഒരുമിച്ച് രാമേൻ പറഞ്ഞു. ഉള്ളിലെ കർത്താവ് പറഞ്ഞു, ഇപ്പൊ സംസാരിച്ച കർത്താവ് പറഞ്ഞു 4 മുറിയുള്ള. സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ വാക്ക് കേട്ടാ, ഞങ്ങള് 4 മുറിയുള്ള വീടാ വരച്ചു വെച്ചേക്കുന്നത്. ഒരു ഹാലിലേ പറഞ്ഞാണ്. അപ്പൊ കർത്താവ് അത് കണ്ടു കേട്ടോ. കർത്താവ് അത് കണ്ടു.
വേണേ 2 മുറിയാകാം 3 മുറിയാകാം. പക്ഷെ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് പറഞ്ഞു 4 മുറിയുള്ളത് വരച്ചോണം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു 4 മുറിയുള്ളതാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കർത്താവ് തരാൻ പോവാണ്. രണ്ടാമത് സിസ്റ്റർ പറഞ്ഞ കാര്യം വലിയ കാര്യമാണ്. കാര്യം സിസ്റ്റർ വചനം കേട്ട് പറഞ്ഞുകൊണ്ടിരുന്നു വായ്പ വാങ്ങത്തില്ല, കൊടുക്കും. പക്ഷേ ഇത് പറയുന്ന സമയത്ത് റോളിംഗ് ആണ്, മേടിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ സാക്ഷ്യം കേട്ടോ, അത് കേട്ട് പറയാൻ തുടങ്ങിയ നിമിഷം മുതൽ ഇപ്പൊ പറയുക കൊടുക്കുന്നവളാക്കി ദൈവം മാറ്റി. ഇന്നലെ വരെ മേടിക്കുന്നയാളായിരുന്നു, ഇപ്പൊ കൊടുക്കുന്നയാളാക്കി ദൈവം മാറ്റി. ഇപ്പൊ വചനത്തിന്റെ ശക്തി കേട്ടോ, ആലോചനയുടെ ശക്തി കേട്ടോ, മറക്കരുത്, ഓർത്തോണം, കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. മിസ്റ്റർ അത് വരച്ചോണം കേട്ടോ. ഇന്ന് തന്നെ വരച്ച് കാണാനോട് ഒട്ടിച്ചു വെച്ചോണം. കാണുമ്പോഴൊക്കെയും പറഞ്ഞോണം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കർത്താവ് എനിക്ക് വീടല്ല അവൻ വീടുകൾ തരും, ഇന്ന് നിലവല്ല നിലങ്ങളെ തരും എന്നുള്ള വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. അത് സംഭവിക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധ ആത്മാവിനാൽ അത് സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഉള്ളവർ വേഗത്തിൽ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. സാക്ഷ്യമാണ്, പ്രാർത്ഥന വിഷയമല്ലേ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ട് സിസ്റ്റർ പറഞ്ഞു. ഈ പ്രാർത്ഥന തുടങ്ങുമ്പോ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. സൂസൻ സിസ്റ്റർ ഒഴിച്ചു ബാക്കി എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്തേ. സൂസൻ സിസ്റ്റർ ഒഴിച്ചു ബാക്കി എല്ലാവരും സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും ക്ലിയർ ആവുന്നില്ല. സിസ്റ്റർ പറഞ്ഞു. ഈ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടാൽ ഞാൻ ഇരിക്കുമായിരുന്നു. എനിക്ക് ഒരു വിധത്തിലും ഒരു സുഖം കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഈ മീറ്റിംഗ് ഫസ്റ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ ആശ്വാസമുണ്ട്. ദൈവസന്നിധിയിൽ ഞാൻ താഴ്ന്ന കർത്താവിന്റെ നാമത്തിൽ താഴ്ത്തി സമർപ്പിക്കാം. നന്ദി കർത്താവേ. ഇന്ന് പ്രിയ മകള് പറഞ്ഞ പോലെ ശ്വാസം മുട്ടലായിട്ടാണ് പ്രാർത്ഥന കയറിയത്. പക്ഷേ പ്രാർത്ഥനയിൽ യേശു തൊട്ടു. ഇന്ന് മകളുടെ ആ ബുദ്ധിമുട്ടിനെ കർത്താവ് സൗഖ്യമാക്കിയല്ലോ. കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാന്താസ്റ്റർ പറയാൻ വേണ്ടിയാണ് സൗണ്ട് മാറ്റിയത്. അല്ല, മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈബിൾ പറയുന്നു താഴ്ച അല്ല ഉയർച്ച പ്രാപിക്കും. ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞോണം. സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വിപരീതമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ നോക്കുന്നിടത്തെല്ലാം ഭയങ്കര പ്രശ്നങ്ങളും വിഷയങ്ങളായിരിക്കും. പക്ഷെ അത് പറയരുത്. പറയേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാർ പറയുന്നു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ല യേശുവേ. യേശു പറഞ്ഞ അല്പവിശ്വാസികളെ കണ്ടോ, കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. സത്യമല്ലേ വിളിച്ചു പറയുന്നത്? സാഹചര്യം നോക്കിയാൽ മുങ്ങാൻ നിൽക്കുന്ന പടക്, മുങ്ങി താഴ്ക്കാൻ നിൽക്കുന്ന വിഷയങ്ങൾ, തിരമാല ഇങ്ങനെ പൊങ്ങി വരുന്ന പടകളകുന്നു, ഇപ്പൊ ചാകും എന്നുള്ളൊരു വിഷയമാണ്. അത് കർത്താവ് കണ്ടപ്പോൾ കർത്താവ് പറയും അല്പവിശ്വാസി. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവേ അവര് പറഞ്ഞത് സത്യമല്ല, അവരുള്ളതല്ലേ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു മിണ്ടരുത്, നമ്മുടെ വിഷയങ്ങളെ ഉയർത്തരുത്, പകരം പറയണം യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ വിഷയത്തിന്റെ മേലെ അത്ഭുതങ്ങൾ കാണും. പിശാചിന് ഇഷ്ടം എന്നാന്നറിയാവോ? നിങ്ങൾ ആ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കണം. അയ്യോ ബ്രദറെ, ഞാൻ വിഷയത്തിന്റെ അകത്ത്, പ്രശ്നത്തിന്റെ അകത്ത്, എൻ്റെ ദൈവമേ ഞാൻ വലിയ പിശാച് കൈ അടിക്കുമെന്ന് നീ അത് തന്നെ പറ. നീ വിഷയത്തിലാന്ന് പറ, നീ പ്രശ്നത്തിലാന്ന് പറ. ദൈവം സന്തോഷിക്കത്തില്ല കേട്ടോ. പകരം ആ വിഷയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പറ, ഈ വിഷയത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വചനം ചേർത്ത് പറ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. അയ്യോ ഇത്രയും വലിയ വിഷയം പിന്നെ എങ്ങനെയാ വരുന്നത്? ഒരു ദോഷവും വരത്തില്ല. അത് പറയുമ്പോൾ പിശാചിന്റെ കൈയടി നിൽക്കും, ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ ഉയരാൻ തുടങ്ങും. തിരിച്ചറിഞ്ഞോണം. പ്രശ്നങ്ങൾ വിളിച്ചു പറയരുത്, വചനം വിളിച്ചു പറയണം. അവിടെ അത്ഭുതം നടക്കും, അവിടെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. ധൈര്യത്തോടെ ഇരുന്നോണം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വചനം കാണുന്നവരോട് ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ഈ വചനം ഇപ്പൊ കേട്ടില്ല, സാക്ഷ്യങ്ങൾ കേട്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ അനേകർക്ക് ഈ വചനം ഒരു നാണക്കേടും വേണ്ട കേട്ടോ. ഞാൻ പറയും സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. ഒരു ഷെയർ അതെങ്ങനെ ബ്രദറെ? സുവിശേഷത്തിന് ഒരു ഭാഗമായി തീരുവ ഞാൻ. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വചനങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. തകർന്ന ഭവനത്തിൽ പോയിട്ട് പറയണം, അവരോട് പറയണം യേശു വിടുവിക്കും, യേശു വിടുവിക്കും എന്ന് പറയണം. രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം, യേശു അവരെ എണീപ്പിക്കും. നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്പിരിച്വൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഒരു എന്താ പറയുന്നത്, കർത്താവിൻ്റെ സ്പർശനങ്ങളെ പറ്റിയൊക്കെ ഉള്ളത്. നമ്മൾ വരും ദിവസങ്ങളിൽ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളിലൂടെ തന്നെ ഇത് സംഭവിക്കാമോ. നിങ്ങൾ ഇനി മുതൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പ്രവചന ആലോചനകൾ നിങ്ങൾ പറയാൻ പോവുക. എത്ര പേര് റെഡി? അവർ മാത്രം ആമേൻ പറഞ്ഞു.
ആമേൻ. 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 അതിന് തയ്യാറായിക്കൂ. നിങ്ങളിലൂടെ അത് സംഭവിക്കാൻ പോകും. വലിയൊരു ആമേൻ. ആത്മപകർച്ച ഹല്ലേലൂയ. ഉണ്ടാകാൻ പോവാ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്കത് തന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ടുകളെ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് തന്നെ എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ചില മിനിറ്റുകൾ മ്യൂട്ട് ചെയ്യും. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല, സൗണ്ട് മൊത്തം മ്യൂട്ടാവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇരിക്കുന്നിടത്ത് ആരും ചിലർ സൗണ്ട് മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയം വിളിച്ച് പറയരുത്. ഇത് ലൈവ് പോകുന്നതാണ്. അതെല്ലാം വല്ലവരും കേട്ടാൽ കുഴപ്പമുള്ളതാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കുക. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടേ പ്രഖ്യാപനങ്ങൾ പറയാവുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങൾ അങ്ങനെ പറയാവുള്ളൂ. ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആണെന്നവർ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്ത്